Hello? Is it now audible? Is it now audible? Is it now audible? Oh, continue. No, there's 4 people on. Oh, hello. Is it audible? Hello, is it audible? Manager? Perfect now. Excellent, Rashmi. Thank you. Thank you. Great. Wait a minute. I'm really sorry. 7 minutes past now. All this technology, hey? Right. Much better now. Great. Okay. Now, I don't know if you heard me say that, I told about person who comes in time is someone with an OCD trait, and someone who comes before is an anxious trait, and someone who comes after time, like me, will have a psychotic trait. It's just a joke. I'm sure you all are well, you're mentally well, you're healthy, and you still stay resilient. And I'm so happy to hear, because I had few responses from the emotional resilience training that they had. And it was good to know. Okay. Right. Okay. Right. So happy Mother's Day, everyone. Today I'm before you, nurses, both male and female nurses, and I also heard that your partners are listening, your children are listening. So I'm even more glad to include everyone. And if this is going to be of some sort of help to you, I'll take it as a pleasure. So today's topic is on depression. ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കും, ഇതെന്തുവാ ലോ മൂഡ്, ഇതെന്തുവാ ഇതെല്ലാവർക്കും വരുന്നതല്ലേ, ഇതിലിപ്പോ എന്തുവാ വലിയ കാര്യമുള്ളതെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇതൊരു റിയൽ ഫീലിംഗ് ആണ്. എന്ന് വെച്ചാല് ഓൺലി ഇഫ് സമൺ ഹു എക്സ്പീരിയൻസ്ഡ് ക്യാൻ സേ ദാറ്റ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നല്ല കേട്ടോ, ഇത് മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഡിപ്രഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ലൈക്ക് സം പീപ്പിൾ എക്സ്പ്ലെയിൻഡ് ലൈക്ക് ഇതൊരു എന്താ പറയാ, ഒരു ബ്ലാക്ക് ടണലിൽ കൂടെ പോകുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പൊ ആ വ്യക്തിക്ക് ആ ഒരു ബ്ലാക്ക് ടണലിൽ കൂടെ പോകുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഫിയർ പ്രൊവോക്കിംഗ് ആണ്, ഭയങ്കര ആങ്ഷ്യസ് പ്രൊവോക്കിംഗ് ആണ്. അപ്പം അതൊരു ഫീലിംഗ് വിച്ച് ദേ സ്ട്രഗിൾ ടു എക്സ്പ്രസ്. പക്ഷെ അവർക്കൊരു കാര്യം അറിയാം, അവര് പണ്ടത്തെ പോലെ അല്ല. ദർ ഇസ് ഡെഫിനറ്റ്ലി സം ചേഞ്ച് ഇൻ ദം. ഇപ്പൊ ഈ വേർഡ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു മോഡേൺ മെഡിസിന്റെ ഒരു തുടക്കമാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇത് ഈ ഡിപ്രഷൻ എന്ന് വാക്ക് വരുന്നതിന് മുമ്പ് തന്നെ വി കുഡ് സീ സംടൈംസ്, ഹോളി സ്ക്രിപ്ചേഴ്സ്, ഹോളി ബൈബിൾ സേസ് എ ലോട്ട് അബൌട്ട് ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് വാക്കില്ലെങ്കിലും ആ ഡിപ്രഷനെ കുറിച്ച് ഒത്തിരി എക്സ്പീരിയൻസിൽ കൂടെ പോയ ജോബ്, ഇഫ് യു നോ, സൗൾ, കിങ് സൗൾ, they had gone through that depression. They have gone through that valley of the shadow of death. അപ്പൊ ഈ വാക്ക് ഇൻവെന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്ക്രിപ്ചേഴ്സിലുള്ള ഒരു കാര്യം ഞാനിവിടെ ഓർക്കുന്നത്, ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കഥ നിങ്ങൾക്കറിയാം, ഹൗ ഐ ജംപ്ഡ് ഇൻ ടു മെന്റൽ ഹെൽത്ത്. സോ when I did my masters, എൻ്റെ മനസ്സിനകത്ത് ഞാൻ വളർന്നത്, I was brought up in Coimbatore, where the alternative healing practices are very common. In the traditional beliefs, rituals, പിന്നെ ഒരു അന്ധവിശ്വാസങ്ങൾ, ചിലപ്പം മന്ത്രവാദം, അല്ലെങ്കിൽ ഒരു ഹീലിംഗ് പ്രാക്ടീസസ്.
അപ്പം ഇതെല്ലാം വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്ലേസ്. ഐ ആം ഫ്രം എ സിറ്റി, ബട്ട് ഓബ്വിയസ്ലി ഐ എം ഫ്രം എ റിമോട്ട് സിറ്റി. അപ്പം അവിടെ ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയർ ആണ് ഞാൻ വളർന്ന സ്ഥലം. അപ്പം ഐ ഹാവ് സീൻ ക്വൈറ്റ് എ ലോട്ട് ഓഫ് ഓൾ ദീസ് സോർട്ട് ഓഫ് ബിലീഫ്. അപ്പം ഇത് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു ടു അണ്ടർസ്റ്റാൻഡ് what all are the traditional healing practices which is available in mental health. അങ്ങനെ ഞാൻ ഒരു ഡെസർട്ടേഷൻ അന്ന് നമ്മൾ മാസ്റ്റേഴ്സിൽ ചെയ്യണമല്ലോ. അപ്പം എനിക്ക് അതൊരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ്, ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ. ഇപ്പം പലയിടത്തും ഹീലിങ്ങും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ ദെൻ ഐ അണ്ടർസ്റ്റുഡ് അന്ന് കോംപ്ലിമെന്ററി തെറപ്പീസ് helps, prayer helps, rituals to a degree it has helped. So some therapies are short-lived, some are long-lived. Medications is also necessary, but sometimes, if you are at sort of early stage, you don't need to enter into the medication. അപ്പം ആ ഒരു ബേസിസ് എൻ്റെ മനസ്സിൽ ഹാസ് ക്രിയേറ്റഡ് സം ക്യൂരിയോസിറ്റി ടു നോ ദ ട്രൂത്ത്. How then happens, what happens in mental illness, or what happens in depression. എന്തുകൊണ്ട് അപ്പോൾ ഈ കോംപ്ലിമെന്ററി തെറപ്പീസ് ഇഫക്റ്റീവ് ആണെങ്കിൽ നമുക്കപ്പം you can bring changes into brain, and then so that was the outcome. I did try to speak to sorcerers, astrologers, healing practices, priests, pastors, all different denominations from Muslims, from Hindus, from Christians. അങ്ങനെ ഒരു സെർച്ചിലൂടെ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഉണ്ട്. So this is my second passion. Your first passion you heard from my first teaching. അപ്പം അങ്ങനെ എന്താ പറയുക, ഒരു എക്സ്പ്ലോറേഷൻ സ്റ്റഡി എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. Now, ഡിപ്രഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു. വിൻസ്റ്റൺ ചർച്ചിൽ, he had depression and he named depression like a black dog. And he said, I have a black dog and his name is depression. And he used to describe his own depression like this. അപ്പം പലർക്കും പല ഫീലിംഗാ, നമ്മളെല്ലാവരും ഒരുപോലെയല്ല. സോ വി ഓൾ ആർ ഡിഫറെന്റ്. So how depression affects one person is different to how the other person is affected. So it is easy to say that, എൻ്റെ പല്ലിന് വേദനയുണ്ട് അല്ലെങ്കിൽ my tooth is aching അങ്ങനെ പറയാൻ ഭയങ്കര എളുപ്പമാണ്, than to say my heart is broken. നമ്മൾ ആരുടെ പറയില്ല. പെണ്ണുങ്ങൾ ചിലപ്പോൾ പറഞ്ഞു എന്നിരിക്കും my heart is broken എന്നൊക്കെ, പക്ഷെ ആണുങ്ങൾ അങ്ങനെ പറയത്തില്ല. So there is always a difference in how men and women cope with depressions. അത് നമുക്ക് പിന്നീട് നോക്കാം. സോ അപ്പൊ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഇമോഷനാണ്. അതിനകത്ത് നമുക്ക് ഇമോഷന് മാത്രമല്ല ചേഞ്ച് ഉണ്ടാവുന്നത്, നമുക്ക് ഇമോഷനിൽ ചേഞ്ചസ് ഉണ്ട്, നമ്മുടെ തോട്ടിൽ ചേഞ്ചസ് ഉണ്ട്, നമ്മുടെ ഫിസിക്കല് ചേഞ്ചസ് വരും. ഒരു ഡിപ്രസ്ഡ് ആയ വ്യക്തിയുടെ മുഖത്ത് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ബിക്കോസ് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ദേ മേ ബി ജസ്റ്റ് കീപ്പിംഗ് ദെയർ എനർജി അപ്പ് വിത്ത് ജസ്റ്റ് ടീസ് ആൻഡ് കോഫീസ്. They must be using stimulants. They must be, ചില ബുക്സ് പറയാറുണ്ട്, if you have a deep groove here, and that indicates, അപ്പം നമ്മൾ വിഷമിച്ചൊക്കെ ഇരിക്കുന്നവർ അല്ലെങ്കിൽ ആ മസിൽ അങ്ങനെ തന്നെ ഫിക്സ്ഡ് ആയ പോലെ ഇരിക്കും, അവർക്ക് ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. സോ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഒരു ഷോർട്ട് ലിവ്ഡ് ഫീലിംഗ് അല്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും താഴ്വാരയുടെ അനുഭവങ്ങളുണ്ട്. വി ഗോ ഇൻ ടു എ ലോ മൂഡ്. പക്ഷെ ദ ഡിഫറൻസ് വാട്ട് എ പേഴ്സൺ വിത്ത് ഡിപ്രഷൻ എൻകൗണ്ടേഴ്സ് ഇസ് ദറ്റ് പെർസിസ്റ്റന്റ് മൂഡ്. അത് പെട്ടെന്ന് ഇങ്ങനെ ഫ്ലീറ്റിംഗ് ഇമോഷൻ അല്ല. ഇറ്റ് ഈസ് ദ പെർസിസ്റ്റന്റ് മൂഡ് വിച്ച് കണ്ടിന്യൂസ് ഫോർ ഫ്യൂ വീക്സ്. അപ്പോൾ ഒരാഴ്ച ഇങ്ങനെ നിൽക്കുമ്പം നമുക്ക് ഡിപ്രഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. ആ പെർസിസ്റ്റന്റ് മൂഡ് അല്ലെങ്കിൽ ഫീലിംഗ് ഓഫ് ഹോപ്പ്ലെസ്നെസ് ഓർ ഗിൽറ്റ് ഫീലിംഗ്, ദ തോട്ട് ഡിസ്റ്റർബൻസ്, ദ ഇമോഷണൽ ചേഞ്ചസ്, ദ ഫിസിക്കൽ അപ്പിയറൻസ് ചേഞ്ചസ്, അതെല്ലാം പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഡിപ്രഷൻ ഉള്ളത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പം ഇപ്പൊ ഇമോഷനിൽ എന്ത് ചേഞ്ചസ് ഉണ്ടാകുന്ന വെച്ചാൽ, നമ്മൾ നന്നായി അവരെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഒരു ഇമോഷനാണ് ആങ്സൈറ്റി. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്തു കാണും.
അപ്പം നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഷടാ ചെയ്യരുത്, അത് ചെയ്തുകൊണ്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ടു. ദെൻ യു ഗോ ഇൻ ടു എൻ ആങ്ഷ്യസ് സ്റ്റേറ്റ്. ഭയം, ഫിയർ ഇസ് ദ ഫസ്റ്റ് കോമ്പണൻറ്റ്. ഓക്കെ, നമുക്ക് ഫിയർ എന്ന് വെച്ചാൽ ഒരു ഭാവിയെക്കുറിച്ചൊരു ഭയം, ഒരു ഡാർക്ക്നെസ്. യു ഡോണ്ട് സീ എ ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ. You don't see a future. You don't see a hope. You are kept into a darkness. അപ്പം ആ ഒരു ഫീലിംഗ് ആണ് ഡിപ്രഷൻ. അല്ലാതെ ചുമ്മാതെ ഇപ്പം കുറച്ച് ദിവസം ഇപ്പം ഒരു നഷ്ടം ഉണ്ടായപ്പം പെട്ടെന്നുണ്ടായ ഒരു വിഷമത്തിന് നമ്മൾ ഡിപ്രസ്ഡ് മൂഡ് അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയത്തില്ല. ഓക്കെ, അതൊരു ഷോർട്ട് ലിവ്ഡ് ഫീലിംഗ് ആണ്, അതെല്ലാവർക്കും ഉണ്ട്. ഓക്കെ, നൗ ടുഡേ വെൻ വി ഫിനിഷ് ദിസ് ക്ലാസ് ഐ റിയലി വാണ്ടഡ് യു ടു എൻകറേജ് യു റാദർ ദാൻ സെയിങ്, ബിക്കോസ് ഞാനൊക്കെ BSc ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷനോ അല്ലെങ്കിൽ ഗാസ്ട്രൈറ്റിസോ ഒക്കെ പഠിക്കുമ്പോൾ നമുക്കുള്ളത് മാതിരി ഒരു തോന്നൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇല്ല കേട്ടോ. നിങ്ങൾ യു ആർ സോ ഹെൽത്തി ആസ് ലോങ് ആസ് വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്സ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ഗെയിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് റാദർ ദാൻ ഫീലിംഗ് ദാറ്റ് ഓ മൈ ഗോഡ് ഐ എം ഡിപ്രസ്ഡ് ആൻഡ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹിം ഓർ ബിക്കോസ് ഓഫ് ഹെർ എന്ന് ചിന്തിക്കാതെ എനിക്കെന്ത് ചെയ്യാൻ പറ്റുന്നു നിങ്ങളെല്ലാവരും ആലോചിച്ച് എടുക്കുന്ന ഒരു സന്തോഷമാണ് ഞാൻ ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇമോഷണലിൽ എന്തൊക്കെ ഉണ്ടാകുന്നത്? നമുക്കൊരു സാഡ്നെസ്, നമുക്കൊരു ആങ്സൈറ്റി, ഫിയർ, ഗിൽറ്റ്, ചെയ്തു പോയ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഫീമെയിൽസ് വി ട്രൈ ടു ജസ്റ്റ് ബീറ്റ് അവർ സെൽഫ്. എന്നാലും ഞാൻ അങ്ങനെ യു ജസ്റ്റ് കാൺട്ട് ഫർഗീവ് യുവർ സെൽഫ്, യു ജസ്റ്റ് കാൺട്ട് ഫർഗീവ് യുവർ സെൽഫ്. മൂഡ് സ്വിങ്സ്. അപ്പം ഇതെല്ലാം ഒരു ഇമോഷണൽ ചേഞ്ചസിലുണ്ടാകുന്ന കാര്യമാണ്. ഇറിറ്റബിലിറ്റി, and it just comes and goes. തോട്ട്സിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ സെൽഫ് ക്രിറ്റിസിസം. നമ്മൾ നമ്മളെ തന്നെ അങ്ങ് ക്രിട്ടിസൈസ് ചെയ്യുവാണ്, നമ്മളെ അങ്ങ് കൊച്ചാക്കുക. നമുക്കൊരു കഴിവുമില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് അത് സാധിക്കത്തില്ല, അതൊക്കെ അവർക്ക് വിധിച്ചിട്ടുള്ള, അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുന്ന ഒരു ഫീലിംഗ്. പിന്നെ തോട്ടിലൊരു ചേഞ്ചസ് ആണ് മെമ്മറി ചേഞ്ചസ്. അപ്പം നമുക്ക് ഓർമ്മ നഷ്ടം. ഇപ്പം ഞാനിപ്പം വർക്ക് ചെയ്യുന്നത്, ഞാനിപ്പം ഒരു പുതിയ ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഈ പേഷ്യൻസ് ഇങ്ങനെ മെമ്മറി പ്രോബ്ലം ആയിട്ട് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് സംസാരിച്ച് നോക്കുമ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് ഡിമെൻഷ്യ അല്ല ഉള്ളേ. അവർ ഒരുപാട് സ്ട്രെസ്ഡ്, അവരുടെ മനസ്സ് അവിടെ ഇല്ല. They can't pay attention and they don't have concentration. അപ്പോൾ അവർ പറയും, അയ്യോ എനിക്ക് എന്താ അറിയില്ല പണ്ട്. അപ്പോൾ 40 വയസ്സ്, 37 വയസ്സ്, 55 വയസ്സ്. അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ സംസാരിച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഡിമെൻഷ്യ അല്ല, ദേ ഹാവ് പ്രോബ്ലം. ഓഫ് കോഴ്സ് മെമ്മറി പ്രോബ്ലം ഉണ്ട്. കാറിന്റെ ചാവി എവിടെ വെക്കണമെന്ന് അറിയത്തില്ല, ഇതെല്ലാം നമുക്കുണ്ട്. ഡോറിന്റെ ചാവി ഡോറിന്റെ പുറത്തിട്ടിട്ട് നമുക്ക് മനസ്സിൽ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് ചാടി കയറിയോ എൻ്റെ മെമ്മറിക്ക് പ്രോബ്ലം എന്ന് പറയാം, അങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ. ഒത്തിരി റെഫറൻസ് അങ്ങനെ വരുന്നുണ്ട്. ആൻഡ് പീപ്പിൾ ഡു കം വിത്ത് ദാറ്റ്. ഓക്കെ, സോ ഐ വാണ്ടഡ് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ്, ഒരു മെമ്മറി ചേഞ്ചസ് ഡിപ്രഷനിൽ കോമൺ ആണ്. നമ്മുടെ തിങ്കിങ് അഫക്റ്റ് ആവുന്നതുകൊണ്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു തീരുമാനം മുന്നേ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുക, അന്ന് എന്താ ചെയ്യേണ്ടത്, അവിടെ നിന്ന് എന്താ ചെയ്യേണ്ടത്, സോ യു കാൺ കം ടു എ ഡിസിഷൻ. അങ്ങനെ ഒരു ഫീലിങ്ങും ഇതിനകത്തുണ്ട്, കൺഫ്യൂസ്ഡ്. ഓക്കെ, അപ്പം ഇനിയൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോഴെന്നല്ല, അതുള്ളൊരു ഫീലിംഗ് ആണ്. ഈ കോവിഡ് സമയത്ത് നമ്മളിപ്പോൾ പ്രതീക്ഷയല്ലോ എന്തൊക്കെ കേസാണ് വരാൻ പോണെന്ന്. തീർച്ചയായിട്ടും ഡിപ്രഷൻ ഒത്തിരി കൂടിയിട്ടുണ്ട്. അതുമാത്രമല്ല, ചില പേഷ്യൻസ് ഒക്കെ മരണത്തെ കുറിച്ച് ഭയങ്കര ഒരു ഭയം. നമ്മൾ ഓർക്ക് ഇവർക്ക് എന്താ പറ്റി, ഇങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടോ, ഇങ്ങനെയൊക്കെ ഫീലിംഗ് ഉണ്ട് മരണത്തെക്കുറിച്ച്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു പേഷ്യൻ്റ് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് കണ്ണടയ്ക്കാൻ പേടിയാവുന്നത്. എന്താ ചോദിക്കുമ്പോൾ എനിക്ക് കണ്ണടച്ച മരിച്ചു പോവോ എന്നൊരു പേടി, മരണത്തെക്കുറിച്ചുള്ള ഒരു പേടി. അപ്പം ഇത് നമുക്ക് നമ്മുടെ തോട്ടിൽ അങ്ങനെ ഉണ്ടാകും. സോ ഇറ്റ് ഇസ് ഓൾ കമ്മിങ് ഫ്രം ഫിയർ, ആങ്സൈറ്റി. പിന്നെ അങ്ങനെ ടോട്ടലി നമ്മളെ ഫ്ലാറ്റ് ആക്കി നിർത്തുന്നതാണ് ഡിപ്രഷൻ. ഇനി ഫിസിക്കലി എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഉൾവലിഞ്ഞു പോകും, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യും. പൊതുവേ വിഡ്രോൺ ആയ ആൾക്കാരാണെങ്കിൽ അത് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം നമ്മൾ ചില ഡിപ്രഷൻ്റെ ഈ സിംറ്റംസ് ഉള്ളവർ ദേ വിൽ വിഡ്രോ ദംസെൽഫ്. അപ്പം അവർ പറയുന്നത് മറ്റുള്ളവർ എന്നെ ഉൾക്കൊള്ളുന്നില്ല അങ്ങനെയായിരിക്കും. അതർവൈസ് ദേ ഡോണ്ട് ഫീൽ ലൈക്ക് കമ്മിങ് ഔട്ട്, സോ ദേ വിൽ ബി വിഡ്രോൺ. അതുപോലെ ഒരു തീരാത്തൊരു ഫെറ്റീഗ് ദേ വിൽ ഹാവ് ആൻഡ് ദേ നെഗ്ലെക്ട് ദെയർ നീഡ്സ്, ദേ വിൽ ഹാവ് ലാക്ക് ഓഫ് എനർജി. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവർക്ക് ഉറങ്ങാനും പറ്റത്തില്ല.
So, and they won't be motivated. They just take coffees or some stimulants to keep their energy going. അപ്പോൾ ഇതാണ് ഒരു ഡിപ്രഷൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇനിയിപ്പം നമുക്ക് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന, മെന്റൽ ഇൽനെസ് എന്ന് പറയുന്ന കാര്യം ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഇൻക്രീസ് ആവുന്നുണ്ട്. ചിലപ്പോൾ ഓർക്കും, ദൈവമേ, ഇത് ഞാൻ ഓർത്തിട്ടുണ്ട് ഇപ്പോഴും, ഇതിപ്പം ആരോ വരുത്തിവെച്ച ഒരു പ്രശ്നത്തിന് ഈ പാവത്തിന് എന്തിനാ മരുന്ന് കൊടുക്കണേന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ ചിലപ്പോ അമ്മ, ഇവിടുത്തെ കാര്യമാണ് കേട്ടോ, അമ്മ വേറൊരു ഭർത്താവിൻ്റെ കൂടെ പോകേണ്ട ഒരു സാഹചര്യമായി. അപ്പൊ ഈ കൊച്ച് വളർത്ത് പേരൻസിന്റെ കൂടെ നിൽക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു റിജക്ഷൻ ഫീലിങ്ങും, അതുകൊണ്ട് വീട്ടിൽ നിന്ന് എന്നെ ആർക്കും വേണ്ടെന്നുള്ള തോന്നലും, അപ്പൊ നമ്മുടെ സോഷ്യൽ പ്രോബ്ലംസ് നമ്മളെ അങ്ങനെ ആക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇവർക്ക് മരുന്ന് കൊടുക്കുന്നല്ലോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദ ഫ്രസ്ട്രേഷൻ ഓഫ് വൺ ഓഫ് ദ ഫ്രസ്ട്രേഷൻ ദാറ്റ് ഐ കം അക്രോസ് പേഴ്സണലി. എന്നുവെച്ചാൽ നമ്മൾ മരുന്ന് കൊടുത്ത് ഇവരെ ഈ പറഞ്ഞ പോലെ ആശ്വസിപ്പിക്കുവാണ്, പക്ഷെ ആക്ച്വൽ കോസ് സംതിങ് എൽസ് ആണ്. അവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായവരാണ്, അല്ലെങ്കിൽ മരണങ്ങൾ ഉണ്ടായവർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത അബ്യൂസസ് നടന്ന ഒരു വ്യക്തിയായിരിക്കാം. സെക്ഷൽ അബ്യൂസ്, അല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസ്, ഓർ ടോർച്ചറിങ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അബ്യൂസ്, ഇതെല്ലാം നടത്തിയ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ മരുന്ന് കൊടുക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഡെഫിനറ്റ്ലി ചില സാഹചര്യത്തിൽ നമുക്ക് മരുന്ന് കൊടുക്കാതെ വേറെ വഴിയുമില്ല. ഓക്കെ, ബട്ട് ദാറ്റ്സ് നോട്ട് ദ ഓൺലി വേ ടു ട്രീറ്റ്. ദർ ആർ ഡിഫറെന്റ് വേസ് ടു ട്രീറ്റ് ആസ് വെൽ. അപ്പോൾ 1 in 4 people ആർ അഫക്റ്റഡ് ബൈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വേൾഡ് വൈഡ്. അപ്പൊ അതൊരു വലിയ നമ്പറാണ്. 1 in 4 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വലിയ നമ്പറാണ്. ഓക്കെ, അപ്പോൾ 792 million people ആർ അഫക്റ്റഡ് ബൈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വേൾഡ് വൈഡ്. ഓക്കെ, so more than 264 million people of all age suffer from depression in the UK. അപ്പോൾ ഡിപ്രഷൻ ഇസ് ദ ലീഡിംഗ് കോസ് ഓഫ് ഡിസബിലിറ്റി ഇൻ ദ വേൾഡ്. അപ്പൊ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമായിട്ട് എടുക്കാവുന്ന ഒരു കാര്യമല്ല. ഡെഫിനറ്റ്ലി ദർ ഇസ് സംതിങ്. ഓക്കെ, അത് വിചാരിച്ച് നമുക്ക് പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, പേടി, ആങ്സൈറ്റി, അതിനൊരു തുടക്കം വരുമ്പോഴേ നമ്മൾ അത് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിച്ചോണം. നൗ വർക്ക് റിലേറ്റഡ് ആയിട്ട് പറയുവാണെങ്കിൽ, നിങ്ങൾ പോലും അറിയത്തില്ല, ആസ് മാനേജേഴ്സ്, ഐ എം ഷുവർ മാനേജേഴ്സിന് അറിയാം, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, സം ഓഫ് ദം ആർ മെന്റലി ഇൽ. ദേ ടേക്ക് മെഡിക്കേഷൻസ്, ദേ ആർ ഫൈൻ, അപ്പൊ അങ്ങനെ ഇപ്പം വർക്കേഴ്സിന്റെ ഇടയ്ക്ക് ഇത് വളരെ കോമൺ ആണ്. ഇപ്പം നമ്മൾ പണ്ടത്തെ നാട്ടിലെ മൈൻഡ് സെറ്റ് വെച്ച് നോക്കുമ്പം, ഇവർക്ക് പിന്നെ ഫിറ്റ് അല്ല, അങ്ങനെയല്ല. ഇവിടെ അങ്ങനെയുള്ളവരുണ്ട്. വി ഹാവ് ടു ഡു റീസണബിൾ അഡ്ജസ്റ്റ്മെന്റ്സ് വിത്ത് ദം. അവരെ നന്നായി മനസ്സിലാക്കണം. ചിലപ്പം ചില പേഷ്യൻസ് ആയിരിക്കില്ല, ചില സ്റ്റാഫിന്റെ ബിഹേവിയർ നമുക്ക് കാണുമ്പം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള സ്കില്ല് ഉണ്ടായിരിക്കണം. ഞാൻ ഓർക്കുന്നു, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ഇതുപോലെ നല്ലൊരു സ്റ്റാഫ്, പക്ഷെ ഷീ was getting easily irritable. She was such a perfectionist staff, and when she comes to work, ബാക്കി എല്ലാവരും പ്രാർത്ഥിക്കുക അത് വരല്ലേ എന്ന് വെച്ചാൽ അതുപോലെ അരിശവും ഒരു ബഹളവും ഒരു സീനും. പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് പ്രൊഫഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് അധികമൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ആറ്റിറ്റ്യൂഡിൽ നമുക്ക് പിടിക്കാം ഇങ്ങനെയുള്ളവരെ. അപ്പൊ ആറ്റിറ്റ്യൂഡിൽ പിടിച്ച് മെഡിക്കൽ സസ്പെൻഷനും അങ്ങനെയൊക്കെ ഒരു റൂട്ടിൽ നമ്മൾ പോകണം. അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ പോയി അവസാനം മനസ്സിലാക്കി ഇതിന് ഈ സ്റ്റാഫിന് ബ്രെയിനകത്ത് ചേഞ്ചസ് ഉണ്ടായിരുന്നു. ആൻഡ് ഷി വാസ് വെരി താങ്ക്ഫുൾ for what happened in her life, because നമുക്ക് ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റി, അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്യാനും പറ്റി. ആൻഡ് ഷീ ഈസ് നൗ ഹാപ്പി. She's now happy, she's at least been able to identify and get the necessary treatment. For her, there was some changes inside the brain, adoru tumor undairunnu, and that was researched and she was fine. Anyway, appo nammal work cheyyuna samayathe as managers allengi nammade staff colleagues nammal ingeneയുള്ള വർക്കേഴ്സിന് ഇടയ്ക്കുള്ള ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഒരു ഫസ്റ്റ് എയ്ഡ്, as a first aid, you should be able to understand the symptoms of depression. ഇനി സൂയിസൈഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ, നിയർലി 800,000 people die by suicide in the world each year. അതൊരു വലിയ നമ്പറാണ്. എന്ന് വെച്ചാൽ റഫ്ലി 1 in every 40 seconds മരിക്കുന്നുണ്ട്. അപ്പം ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് men, it is very common among men when compared to high rates are more in men when compared to female. പിന്നെ ഫീമെയിൽസ് ദേ ഡു ക്വൈറ്റ് എ ലോട്ട് ഓഫ് എന്താ പറയുക അറ്റംപ്റ്റഡ് സൂയിസൈഡ് എന്ന് വെച്ചാൽ ക്രൈ ഫോർ ഹെൽപ്പാണ്. അതുകൊണ്ടാണ് ഫീമെയിൽസ് നമ്മളെ സൃഷ്ടിച്ചത്, ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൗ ഗോഡ് ഹസ് ക്രിയേറ്റഡ് അസ്
and men. There's definite difference. Okay. അപ്പോൾ females, they're more caring sort of nature ആണ്. അപ്പോൾ men എന്ന് പറയുമ്പോൾ they are quite strong, and when they decide something, they do it. Okay. So അവരുടെ suicidal things are not attempted. They just deliberate self-harm ആണ്. Okay. ഇനി ഞാൻ ഈ രാജ്യത്ത് കണ്ട ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെൽഫ് ഹാം ഒത്തിരി കൂടുതലാണ് ഇവിടെ. സെൽഫ് ഹാമും സൂയിസൈഡും തമ്മിൽ വ്യത്യാസമുണ്ട്. സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ യു വാണ്ടഡ് ടു ഡൈ. സെൽഫ് ഹാം എന്ന് പറയുമ്പോൾ യു ജസ്റ്റ് ഇൻഫ്ലിക്ട് പെയിൻ ഓൺ യു, യു കട്ട് യുവർ ബോഡി ആൻഡ് യു സീ ദറ്റ് ബ്ലീഡിങ് ആൻഡ് ദേ ഫീൽ റിലീവ്ഡ് ഓഫ് ഇറ്റ്. അത് ഈ രാജ്യത്ത് ഞാൻ ഒത്തിരി കാണുന്നുണ്ട്. ദാറ്റ് ഇസ് ഈ കൾച്ചറൽ സൈക്കാട്രി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ചില അസുഖങ്ങൾ നാട്ടിൽ കൂടുതലാണ്. ലൈക്ക് ഹിസ്റ്റീരിയ നിങ്ങളൊക്കെ കണ്ടു കാണും. അതൊന്നും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ നാട്ടിലിങ്ങനെ ഒരു ഹിസ്റ്ററിക്കൽ ട്രാൻസിലൊക്കെ ഉരുണ്ട് മറിഞ്ഞ അവസാനം ദേ ഫീൽ ബെറ്റർ അപ്പോൾ ഇവിടെ അങ്ങനെ. അപ്പോൾ കൾച്ചറൽ സൈക്കാട്രി ഉണ്ട്. നാട്ടിലുള്ളപ്പം നമ്മൾ മേനിയ എന്നൊക്കെ പറയുമ്പോൾ കളറ് ഇട്ട് അല്ലെങ്കിൽ അവിടെ ഇവിടെ കുത്തി അങ്ങനെയുള്ള അല്ലെങ്കിൽ മിസ്മാച്ച് ആയിട്ടുള്ള ഡ്രസ്സ് എന്നൊക്കെ പഠിച്ചു. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഇത് കോമൺ ആണ് ഇവിടെ. അപ്പോൾ അവർ അപ്പോൾ ഈ കൾച്ചറൽ സൈക്കാട്രി ഈസ് ദ ഡിഫറൻസ് ഇൻ കൾച്ചർ സോ ദ കൾച്ചർ ആൻഡ് സ്പിരിച്വാലിറ്റി എന്നുള്ളതെല്ലാം ഒരു ക്ലോസ്ഡ് ലിങ്ക്ഡ് എലമെന്റ് ആണ്. ഓക്കെ. നമുക്ക് കോസസ് അറിയാം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ജെനറ്റിക്സ് ഇറ്റ് റൺസ് ഇൻ ഫാമിലി എന്ന് പറയും. അപ്പൊ ചിലർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഇറ്റ് റൺസ് ഇൻ ഫാമിലി, പക്ഷെ അവർക്ക് വരണമെന്നൊന്നുമില്ല. ഇഫ് ദേ ആർ ഇൻ ദ റൈറ്റ് അറ്റ്മോസ്ഫിയർ, if they are in the congenial environment with nice support systems, with a better coping, from what I taught you last lesson, with the better coping, അവർക്കത് വരണമെന്നില്ല. പക്ഷേ എന്തെങ്കിലും ബ്രെയിനിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അവർക്ക് വരാം. ഓക്കെ. അപ്പൊ ബ്രെയിനകത്ത് നമ്മൾ പറയും ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി ചേഞ്ച്, അതിനകത്ത് ബ്രെയിനകത്ത് എന്തോ ഒരു കെമിസ്ട്രി ചേഞ്ച് ഉണ്ടെന്നാണ് നമ്മൾ ഒരു ക്വിക്ക് ടേമിൽ മനസ്സിലാക്കുന്നത്. പക്ഷെ ബ്രെയിനകത്ത് ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടായാലും വരാം. അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എക്സ്പോഷർ ടു സ്ട്രെസ് ക്യാൻ കോസ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ഇൻ ദ ബ്രെയിൻ. അപ്പം ബ്രെയിനകത്ത് ഇൻഫ്ലമേറ്ററി സൈറ്റോകീൻസ് റിലീസ് ആവും. ദാറ്റ് ക്യാൻ ഇന്റർഫിയർ വിത്ത് ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് അറൌണ്ട് 86 ബില്യൺ ന്യൂറോൺസ്. അത്രയും നെർവ് സെൽസ് ഉണ്ട്. ഈ നെർവ് സെൽസ് തമ്മിൽ സംസാരിക്കാനായിട്ട് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒത്തിരി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ദേ ആർ കെമിക്കൽസ്. സോ അപ്പൊ ഈ കെമിക്കൽസ് വഴിയാണ് ഒരു നെർവ് ഇഞ്ഞൊരു നെർവായിട്ട് സ്വകാര്യം പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ലെവലില് ഡിഫറൻസസ് വരുമ്പോൾ ഇറ്റ് വിൽ അഫക്ട് our mental health. Okay. And it could be depression, it could be any other mental illness. Okay. അപ്പോൾ ഇതിനകത്ത് ഡിപ്രഷനിൽ മെയിൻ ആയിട്ട് വരുന്ന ഹോർമോൺ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് ഡോപ്പമിൻ, സെറട്ടോണിൻ ആൻഡ് നോറോപ്പിനെഫ്രിൻ. ഓക്കെ. അപ്പൊ ഈ ഡോപ്പമിനിലെ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ യു വിൽ ഹാവ് ചേഞ്ചസ് ഇൻ യുവർ മൂഡ് ആൻഡ് യു വിൽ ഹാവ് ചേഞ്ചസ് ഇൻ യുവർ മോട്ടിവേഷൻ. നമുക്ക് എല്ലാവർക്കും ഇപ്പം നാളെ നമ്മൾ ജോലിക്ക് പോകണമെന്ന് പറയുമ്പം നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന എന്താ? നാളെ അവിടെ പോകുമ്പം എന്തോ നല്ലതുണ്ട്. എല്ലാ ദിവസം അങ്ങനെ ഇല്ല കേട്ടോ. യു ഹാവ് എ മോട്ടിവേഷൻ ടു ലുക്ക് ഫോർവേഡ് ബിക്കോസ് ദർ ഇസ് സംതിങ് നൈസ് ദർ. ഇപ്പോൾ സോ ഐ ക്യാൻ സീ ദറ്റ് പേഴ്സൺ, അല്ലെങ്കിൽ ഐ വിൽ ബി ഏബിൾ ടു ഫിനിഷ് ദറ്റ് വർക്ക് വിച്ച് ഇസ്. അപ്പം അങ്ങനെ ഒരു മോട്ടിവേഷൻ ഉണ്ട്. വെറാസ് ഈ ഡോപ്പമിൻ കുറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ ഒരു റിവാർഡ് സിസ്റ്റത്തിൽ പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ സെറട്ടോണിനും ഇതുപോലെ തന്നെയാണ്. വെൻ ആർ ഇമോഷൻസ് ആർ അഫക്റ്റഡ് അപ്പം നമ്മുടെ ഇമോഷൻസ് വിൽ ബി ചേഞ്ചിങ് എസ്പെഷ്യലി ആൻസൈറ്റി അല്ലെങ്കിൽ ഫിയർ, അഗെയിൻ ഗിൽറ്റ്. അപ്പം അങ്ങനെയുള്ള ഇമോഷൻസിൽ നമുക്ക് ചേഞ്ചസ് ഉണ്ടാകും. അഗെയിൻ ഓക്സിജൻ റെസ്ട്രിക്ഷൻ ടു ദ ബ്രെയിൻ. ഇപ്പം നമ്മുടെ ബ്രെയിനിന് ആവശ്യമായ ഓക്സിജൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇപ്പം എന്തെങ്കിലും രീതിയിൽ ഇഫ് അവർ ബ്രെയിൻസ് ഓക്സിജൻ ലെവൽസ് ആർ ഡിക്രീസ്ഡ് ദാറ്റ് ക്യാൻ കോസ് ചേഞ്ചസ് ഇൻ ദ ബ്രെയിൻ കെമിസ്ട്രി. അതേപോലെ തന്നെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം നോറെപ്പിനെഫ്രിൻ, നമുക്കൊരു സ്ട്രെസ് ഉണ്ടാവുമ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട, ബിക്കോസ് സ്ട്രെസ് ഒരു സെപ്പറേറ്റ് ടോപ്പിക്കാണ്. അപ്പം സ്ട്രെസ് ഉണ്ടാകുമ്പോൾ
നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഒരു ത്രെട്ട് നമ്മൾ കാണും, അപ്പോൾ പുലി വരുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരു ത്രെട്ട് നമ്മൾ പെർസീവ് ചെയ്യുവാണ്. എന്തായിരിക്കും? ഇപ്പൊ ഫിയർ, നാളെ എനിക്ക് വലിയൊരു കടമുണ്ട്, നാളെ കടം തിരിച്ചു മേടിക്കാൻ ആൾക്കാർ വരുമല്ലോ, എൻ്റെ കയ്യിൽ കാശില്ലല്ലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ത്രെട്ടാണത്, അല്ലേ? അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് ആ ഒരു ത്രെട്ട് നമ്മുടെ മനസ്സിലുള്ളപ്പോൾ യുവർ ബോഡി വിൽ റിയാക്ട്. എങ്ങനെയാണ്? ഇറ്റ് റിയാക്ട്സ് ബൈ റിലീസിങ് സർട്ടൻ ഹോർമോൺസ്. ഈ ഹോർമോൺസ് വിൽ നല്ലതിന് വേണ്ടിയിട്ടാണ്. നാച്ചുറലി ഗോഡ് ഇറ്റ് ഈസ് ബീൻ ക്രിയേറ്റഡ് ദാറ്റ് നമ്മുടെ വിഷൻ വൈഡൻ ആവും, ആൻഡ് ബ്ലഡ് ഫ്ലോ ടു യുവർ ലിംസ് വിൽ ഇൻക്രീസ്, ബ്ലഡ് ഫ്ലോ ടു യുവർ ബ്രെയിൻ വിൽ ഇൻക്രീസ്, ആൻഡ് യു വിൽ ബി ഷാർപ്പ് ആൻഡ് യു ആർ റെഡി ടു ഫൈറ്റ്. ഓക്കെ, ഇത് നാച്ചുറലി നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, വിച്ച് ഇസ് ബ്യൂട്ടിഫുൾ. പക്ഷേ ഇത് ഒത്തിരി ആയിപ്പോകുമ്പോൾ കോൺസ്റ്റന്റ് സ്ട്രെസ് നമ്മൾ എക്സ്പോസ്ഡ് ആണ്. എന്ന് വെച്ചാൽ തീരുന്നില്ല, കടം മേടിച്ചിട്ട് കാശ് കൊടുക്കാനില്ല. അപ്പം മാസങ്ങളോളം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വരുമ്പോഴും നമുക്കത് കോൺസ്റ്റന്റ് സ്ട്രെസ് ആയിട്ട് വരും. Although body is producing enough hormones to stand and fight against it, നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ഒക്കെ കൂടും, അപ്പോൾ യു റെഡി ടു ഫൈറ്റ് ദ ബാറ്റിൽ. പക്ഷെ അത് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ലോങ് എക്സ്പോഷർ നല്ലതല്ല. ഓക്കെ, ഇപ്പം ഒരു ചെറിയ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം ചിലപ്പം നമ്മളൊരു ചിലവർക്ക് ഇപ്പോൾ ഡയബറ്റീസ് തന്നെ എടുത്തോ, മോർബിഡിറ്റി, അസച്ച് അവർക്ക് ഒബേസിറ്റി ഫാക്ടറോ വാസ്കുലർ ഇൻഡെക്സോ ഒക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ അവരുടെ ഷുഗർ ലെവല് ഒരിക്കലും കുറയുന്നില്ല. ആൻഡ് ആൻഡ് ദിസ് ഇസ് സംതിങ് ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ അതർ ഡേ ഐ വാസ് ഡിസ്കസിംഗ് വിത്ത് സംബഡി, whenever this person goes for meeting, the blood heart rate increase ആവും. It's because of the stress, and again the blood glucose increases, so it is stress induced. ഓക്കെ, അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട്. സോ ഇങ്ങനെ ഒരു ചേഞ്ചസ് നമ്മുടെ ബ്രെയിനിൽ നടക്കുമ്പോൾ ദാറ്റ് ക്യാൻ ഹാവ് എൻ ഇമ്പാക്ട് ഓൺ അവർ മെന്റൽ ഹെൽത്ത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബ്രെയിനിനോട് ഇച്ചിരി കൂടെ ഒന്ന് ലാളിക്കും. യു വിൽ പാമ്പർ യുവർ ബ്രെയിൻ. എന്താന്ന് പറയാം, ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, മോസ്റ്റ് പ്രോമിനന്റ് ഇമോഷൻ ഉണ്ട് നമുക്ക്, ഫിയർ, ഭയം. എത്ര പ്രാവശ്യം ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞതും കേട്ടതും ഉണ്ടെങ്കിൽ നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ഓക്കെ, അപ്പൊ ഈ ഭയം അല്ലെങ്കിൽ ആങ്കർ അല്ലെങ്കിൽ ആൻസൈറ്റി എന്ന ഇമോഷൻ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിനകത്ത് ഡിപ്രഷനായിട്ട് ബന്ധപ്പെട്ട ലിംബിക് സിസ്റ്റം, ഐ എം ഷുവർ യു വുഡ് ഹാവ് ഹേർഡ്, ലിംബിക് സിസ്റ്റം ആണ് ഡിപ്രഷനായിട്ട് ഒത്തിരി ബന്ധമുള്ളത്. ഞാൻ വളരെ സിംപ്ലി പറയുവാണെങ്കിൽ, അമിഗ്ഡല എന്ന് പറയുന്ന ഒരു സെന്റർ ഉണ്ട് ലിംബിക് സിസ്റ്റത്തിൽ. ഈ അമിഗ്ഡല എന്ന് പറയുന്ന സെന്റർ ഇസ് മോർ റെസ്പോൺസിബിൾ ഫോർ ഇമോഷൻസ്. ഓക്കെ, നമ്മുടെ ഇപ്പൊ ഒരു പോയം, ഇപ്പൊ ഇന്ന് മദേഴ്സ് ഡേ, അപ്പൊ എൻ്റെ കൊച്ച് എന്തോ ഈ മദേഴ്സ് ഡേയുടെ വാക്കുകൾ എഴുതിയപ്പോൾ when I read that, sometimes നമുക്ക് നല്ല സെന്റിമെന്റൽ ആയിട്ടുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഒരു ഫീലിങ്സ് അത് ചേൺ ചെയ്യും. ഇമോഷൻ, ഇറ്റ് ആക്ടിവേറ്റ്സ് യുവർ ഇമോഷൻ. ഓക്കെ, അത് പിന്നെ ആ ഒരു അമിഗ്ഡലയുടെ ഫങ്ഷനാണ് ടു ക്രിയേറ്റ് ദാറ്റ് ആക്ടിവേഷൻ. ഓക്കെ, സോ വെൻ യു റീഡ് ദാറ്റ് ഇറ്റ് ഗിവ്സ് മീനിങ് ടു യുവർ ഇമോഷൻസ്. ഓക്കെ, അത് മാത്രമല്ല, മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കാനായിട്ട് ടു റെക്കഗ്നൈസ് ദ ഇമോഷണൽ ക്യൂസ്. ഇപ്പൊ ചിലരുണ്ട് മറ്റുള്ളവരുടെ വിഷമം പെട്ടെന്ന് മനസ്സിലാക്കും മുഖത്ത്, അതനുസരിച്ച് അവർക്ക് പെരുമാറാൻ പറ്റും. ചിലർക്ക് മറ്റുള്ളവരുടെ വിഷമം ഒട്ടും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഈ പോസ്റ്റ് പാർട്ടം സൈക്കോസിസ്, ഒരു അമ്മ ഒരു കൊച്ചിനെ കൊന്നു, പിന്നെ നമ്മൾ ഓർക്കും ദൈവമേ ഇതെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ മനുഷ്യരുണ്ടെന്ന് ചിന്തിക്കും. ഓക്കെ, അപ്പോ ഈ അമിഗ്ഡല എന്ന് പറയുന്ന സെന്റർ ഒരു ഇമോഷന്റെ സെന്ററാണ്. ഓക്കെ, എനി ഇമോഷൻസ് ഇപ്പം നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, ഇതെല്ലാം നമ്മുടെ അമിഗ്ഡലയിൽ കൂടെ പാസ് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, അതിൻ്റെ കൂടെ ലിങ്ക്ഡ് ആണ് നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. ഇപ്പം നമ്മുടെ ബ്രെയിനകത്ത് വി ഹാവ് ഫ്രോണ്ടൽ ലോബ്, ഓക്സിപിറ്റൽ, parietal and temporal lobes. ഓക്കെ, ഇതിനെല്ലാത്തിനും ഓരോ ഫങ്ഷൻ ഉണ്ട്. ഇപ്പൊ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് അല്ലെങ്കിൽ ഫ്രോണ്ടൽ ലോബ് എന്ന് പറഞ്ഞാൽ അതൊരു മാനേജറിന്റെ റോളാ ചെയ്യുന്നത്. ഇപ്പൊ ഒരു മാനേജർ എന്ന് പറഞ്ഞാൽ പ്ലാനിങ്, എക്സിക്യൂഷൻ ഓഫ് ഫങ്ഷൻസ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, തിങ്കിങ്. ഒരു മാനേജറിന് കൊടുക്കുന്ന കാശ് എന്തിനാ?
for the decision he makes, for the decision she makes, അല്ലേ? അപ്പോൾ ഈ ഫ്രോണ്ടൽ ലോബ് വർക്കായില്ലെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും കൊള്ളത്തില്ല. വി കാൺട്ട് ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഈ ഇമോഷൻ ഒത്തിരി ഹൈ ആകുമ്പോൾ, ഇപ്പോൾ ഒരു പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരിക, അപ്പോൾ നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ചിന്തിക്കും, ഇത് വേണ്ട, വിട്ടുകള, കുഴപ്പമില്ല, വിട്ടുകളെന്ന് പറയും. പിന്നെയും ഈ അമിഗ്ഡല ഒത്തിരി ഹൈ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യും, രാവും പകലും വർക്ക് ചെയ്യും. ഈ ദേഷ്യം വന്നിട്ട് അല്ലെങ്കിൽ ആങ്സൈറ്റി വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് വർക്ക് ചെയ്യും, ഓവർ ടൈം ചെയ്യും. നമ്മുടെ അമിഗ്ഡല ഓവർ ടൈം ചെയ്യും. ഓവർ ടൈം ചെയ്യുമ്പോൾ അന്നേരം ഈ ഫ്രോണ്ടൽ കോർട്ടെക്സ് തിങ്ക് ചെയ്യും, വിട്ടുകളെന്ന് പറയാൻ പറ്റില്ല. അത്ര ഇൻറ്റൻസീവായിട്ട് വരുമ്പോൾ അമിഗ്ഡല ഹൈജാക്ക് ചെയ്യും. തിങ്കിങ്ങിന് ഒരു സമയം കൊടുക്കത്തില്ല, ഒറ്റടിയാ. പിന്നെ ആ ഒരു സ്ട്രോങ് ഇമോഷന്റെ സമയത്ത് ഈ പറഞ്ഞ ഫ്രോണ്ടൽ ലോബും അമിഗ്ഡലയും ഡൈവേഴ്സ് ചെയ്യും. ഇവർ തമ്മിൽ പരസ്പരം സംസാരിക്കില്ല. ആ ഒരു സെറ്റപ്പിനാണ് അമിഗ്ഡല ഹൈജാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് പറഞ്ഞു തന്നതിൻ്റെ സാരാംശം, ഇനിയൊരു സെൻറ്ററും കൂടിയുണ്ട്. ഈ 3 സെൻറ്റർ മനസ്സിലാക്കിയാൽ നമ്മളൊക്കെ ഞാനും ഉൾപ്പെടെ, എനിക്കും അതൊരു ഭയങ്കര ഒരു ലെസൺ ആയിരുന്നു, എസ്പെഷ്യലി സ്ട്രെസ് മാനേജ്മെൻറ്റും കാര്യങ്ങളും. അപ്പം ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന വേറൊരു സെൻറ്റർ ഉണ്ട്, 3ാമത്തെ സെൻറ്ററാണ്. ഹിപ്പോ ക്യാമ്പസ് ഇസ് സെൻറ്റർ ഫോർ ഇമോഷണൽ മെമ്മറീസ്. നമ്മുടെ മെമ്മറീസ്, ഷോർട്ട് മെമ്മറീസ് എല്ലാം അതിനകത്ത് ഇങ്ങനെ ശേഖരിച്ച് വെച്ചേക്കുക. ഓക്കെ, സോ ഈ ഹിപ്പോ ക്യാമ്പസ് നമ്മളിപ്പോൾ ക്രോണിക് ആയിട്ട് നമ്മളിങ്ങനെ ഒരു കാര്യം തന്നെ ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഹിപ്പോ ക്യാമ്പസ് പ്രിമച്യൂറായിട്ട് പ്രായമാകും. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞതാ, അങ്ങനെയല്ല. ഹിപ്പോ ക്യാമ്പസ് ഷ്രിങ്ക് ആവും, ഷ്രിങ്സ്. അപ്പോൾ നമ്മുടെ മെമ്മറി, നമുക്ക് പണ്ടത്തെ പോലെ മെമ്മറി വരുന്നില്ലല്ലോ എന്ന് നമുക്ക് ആർക്കെങ്കിലും, അതിനോ 40 ടച്ച് ആയാൽ നമ്മൾ കുറേയൊക്കെ മെമ്മറി ഡിസ്റ്റർബൻസസ് നമുക്കുണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഹിപ്പോ ക്യാമ്പസിലുണ്ടാകുന്നത് ബിക്കോസ് യുവർ ഹിപ്പോ ക്യാമ്പസ് ഷ്രിങ്സ്, ഇറ്റ് വിൽ അഫക്റ്റ് യുവർ മെമ്മറി. ഞാൻ പറഞ്ഞു അമിഗ്ഡല, ഇറ്റ്സ് മെയിൻലി ടു ഡു വിത്ത് യുവർ ഇമോഷൻ. അപ്പം അമിഗ്ഡലയ്ക്ക് എന്താ സംഭവിക്കുന്നത്? ഇമോഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യുവർ അമിഗ്ഡല ഗെറ്റ്സ് എൻലാർജ്ഡ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഡിപ്രസ്ഡ് പേഷ്യൻ്റ്, അവർ പെട്ടെന്ന് ദേഷ്യം വരും. നിസ്സാര കാര്യമായിരിക്കും, then you just go impatient and they just get out from the scene, they slam the door. അവർക്ക് അത് കൺട്രോള് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്രോണിക് എക്സ്പോഷർ, നമുക്ക് ചിന്ത കൂടി, ഇത് എന്താ പറയുക, ഓവർ ടൈം ഹീറ്റ് ആവാന്നൊക്കെ പറയില്ലേ, അപ്പം അങ്ങനെ സംഭവിക്കുമ്പോഴാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ്, പണ്ടൊക്കെ നമ്മൾ ഡിപ്രഷനോ മെന്റൽ ഇൽനെസ് ഒക്കെ വരുമ്പോൾ നമ്മളൊക്കെ മരുന്ന് കൊടുക്കാം, കഴിക്കാം. പക്ഷേ വേറൊരു സന്തോഷ വാർത്തയുണ്ട്. 1950s there has been a great invention, a great breakthrough ആണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ ബ്രെയിനിലെ ചേഞ്ചസ് കൊണ്ടാണ് ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന്. അങ്ങനെയായിരുന്നു മെഡിക്കൽ മോഡൽ നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ സിൻസ് 1950s ന്യൂറോജെനസിസ് എന്നുവെച്ചാൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഈ ബ്രെയിനിന്റെ ന്യൂറോൺസ് ഒരു പരിധി കഴിഞ്ഞാൽ, എംബ്രിയോണിക് ഡെവലപ്മെന്റ് കഴിഞ്ഞാൽ അത് വളരത്തില്ലെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ബ്രെയിനിന്റെ ന്യൂറോൺസ് വിൽ കണ്ടിന്യൂ ടു ഡെവലപ്പ് ഫോർ എവർ. ഓക്കെ, വിച്ച് ഇസ് എ ഗുഡ് ന്യൂസ്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഈ ന്യൂറോജെനസിസ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, എല്ലാ പേഷ്യൻസിനും ഒരു ഡിപ്രഷൻ ഒരു മോഡറേറ്റ് സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് ബ്രെയിന് അത് എന്താ പറയുക ന്യൂറോജെനസിസ് തന്നെ വരട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ ചിലപ്പോൾ വരണം എന്നൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കുമ്പോൾ അവർക്ക് അവരൊരു സെഡേറ്റീവ് മോഡിൽ ഇരുത്തിയിട്ട് ആ ഒരു ന്യൂറോജെനസിസ് നടക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കുമ്പോൾ പെട്ടെന്ന്, ഇപ്പോൾ തലവേദനയ്ക്ക് പനിക്കൊക്കെ മരുന്ന് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു ചേഞ്ച് കാണുന്ന പോലെ ഡിപ്രഷനെ കാണാൻ പറ്റിയത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 3 to 4 weeks ടു സീ ദ ചേഞ്ചസ്, ബിക്കോസ് ഈ ന്യൂറോജെനസിസ് നമുക്ക് നടക്കണം. ഓക്കെ, അതുമാത്രമല്ല വേറെ ഇൻട്രസ്റ്റിംഗ് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. എനിക്കിപ്പോൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്.
ഇറ്റ്സ് ഓൾറെഡി. അപ്പം വെരി ഇൻട്രസ്റ്റിംഗ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഐ എം വെരി ഫോണ്ട് ഓഫ് ഡോക്ടർ കാരലൈൻ ലീഫ്. ഓക്കെ, ഷീ ഹാസ് റിട്ടൺ enough books. One of the interesting book which I have read hers is like Who Switched Off My Brain. അപ്പോൾ ആ ബുക്കിനകത്ത് പറയുന്നത് നമ്മുടെ ചിന്ത കൊണ്ട് നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചർ മാറ്റാൻ പറ്റും. ഇപ്പൊ കരിഞ്ഞിരിക്കുന്ന മരത്തിന് പിന്നെ നല്ല സ്ഥലത്ത് നല്ല നീറുറവയിൽ വെക്കുമ്പോൾ അതിന് ഫലം വെക്കുന്നത് പോലെ നല്ല ചിന്തകളിലൂടെ നമ്മുടെ ബ്രെയിൻ്റെ സ്ട്രക്ചറും പ്ലാസ്റ്റിസിറ്റി മാറ്റാൻ പറ്റുന്നു. സോ അവർ ബ്രെയിൻ you can change the shape of the brain. ഓക്കെ, അപ്പം അങ്ങനെ ഒരു റിസർച്ചും കൂടി ഉണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ യു ക്യാൻ റീവയർ യുവർ ബ്രെയിൻ, യു ക്യാൻ റീസ്ട്രക്ചർ യുവർ ബ്രെയിൻ. ആൻഡ് അക്കോർഡിംഗ് ടു ഡോക്ടർ കാരലൈൻ ലീഫ്, ഷീ സേസ് ദർ ഇസ് എ 21 days toxic detoxifications where which she helps to take the negative thoughts. അപ്പം ഇത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനത് വായിച്ചു, എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഞാൻ പകർന്നു എന്നേ ഉള്ളൂ. സോ മെഡിസിൻ മാത്രമല്ല, ദർ ആർ ഡിഫറെന്റ് അതർ ഓപ്ഷൻസ് വെർ വിച്ച് യു can change your blood chemistry. ബ്രെയിൻ കെമിസ്ട്രി ചേഞ്ച് ആവുന്നതുകൊണ്ട് നമ്മുടെ ബിഹേവിയറിൽ മാറ്റം വന്നു എന്ന് നമ്മൾ പഠിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്തിക്കുന്നതും നമ്മൾ പിന്നെ തോട്ട്സ് നമ്മുടെ തിങ്കിങ് മാനേജ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബ്രെയിനെ തന്നെ മാറ്റാൻ പറ്റുന്നു. അത് ഞാൻ നോക്കിയിട്ട് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, സോ ഇറ്റ് ഇസ് ട്രൂ ആൻഡ് ദാറ്റ് ഹാപ്പൻസ്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് ഇനി സീസണൽ ഡിപ്രഷൻ. ഇപ്പം ഈ കൺട്രിയിലായതുകൊണ്ട് ഐ വുഡ് ലൈക്ക് ടു എംഫസൈസ് ഓൺ ദാറ്റ്. ഈ വിന്റർ ആകുമ്പോൾ നമുക്കൊരു ഭയങ്കര സാഡ് ഫീലിംഗ് ആണ്. പ്രത്യേകിച്ച് കോവിഡ് ആയതുകൊണ്ട് ഈ സോഷ്യൽ ഇന്ററാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അൺലെസ് ആൻഡ് അതർവൈസ് യു സ്പീക്ക് ടു സംബഡി യു ഹാവ് ദറ്റ് ഫീലിംഗ്, അല്ലെങ്കിൽ സൂം ഇതൊക്കെ വെക്കുമ്പോൾ യു ജസ്റ്റ് ഗെറ്റ് യുവർ ഇമോഷൻ ബാക്ക്. അപ്പം എന്തുകൊണ്ടാണ് വിന്ററിൽ സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുക എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ദർ ഇസ് എ ഹോർമോൺ കോൾഡ് മെലറ്റോണിൻ. നമുക്ക് വിന്ററിൽ ഷോർട്ട് ഡേയ്സേ ഉള്ളൂ, പെട്ടെന്ന് ഇരുട്ടാവും. ഓക്കെ, ഇരുട്ടാകുമ്പോഴത്തേനും ഈ മെലറ്റോണിൻ റിലീസാവാൻ തുടങ്ങും. ഇരുട്ടത്ത് മാത്രമേ ഉള്ളൂ, വെട്ടം താഴ്ന്നു പോകുമ്പം ഇരുട്ടത്ത് ഈ മെലറ്റോണിൻ റിലീസാവും. മെലറ്റോണിൻ റിലീസാവുമ്പോൾ അതൊരു സ്ലീപ്പ് ഹോർമോണാണ്, നമ്മളെ അങ്ങ് ഉറക്കി കളയും. ഓക്കെ, സോ ദർ ഇസ് നോ ആക്ടിവിറ്റി, ഇറ്റ് പുട്ട് യു ടു സ്ലീപ്പ്. അതേപോലെ തന്നെ വിന്ററിൽ സെറട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ലെവൽ ഇനിയും കൂടെ കുറച്ച് കുറയും. അപ്പം ആ സമയത്ത് അഗെയിൻ ടുഗെദർ വിറ്റമിൻ ഡിയുടെ കുറവും കൂടെ ഉണ്ടാവും, ബിക്കോസ് വി ആർ നോട്ട് എക്സ്പോസ് ടു സൺലൈറ്റ്. ഈ 3 കാര്യങ്ങൾ ഒന്ന് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇഫക്റ്റാണ് വിന്റർ സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ. അപ്പം ഈ ഒരു രാജ്യത്തിൻ്റെ കേഴ്സാന്ന് ഞാൻ വേണമെങ്കിൽ പറയും, ബിക്കോസ് ദാറ്റ്സ് ഹൗ ഇറ്റ് ഗോസ്. ഇനിയൊരു കാര്യം എന്ന് വെച്ചാൽ പേഴ്സണാലിറ്റി. ചില പേഴ്സണാലിറ്റിക്ക് ഡിപ്രഷൻ്റെ പ്രോണാണ്. ഓക്കെ, ഇപ്പം ഇതിന് പ്രത്യേക പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി. അവരുടെ എന്ന് വെച്ചാൽ ദേ ആർ വെരി ഇമോഷണൽ പീപ്പിൾ, ദേ വെരി സെൻസിറ്റീവ്. ഇപ്പോൾ പോയമൊക്കെ എഴുതുന്നവരുടെ ഒന്ന് സങ്കല്പിച്ചാൽ മതി. അവർ ദേ ക്വൈറ്റ് ഇമോഷണൽ. അവർക്ക് ആ ഇമോഷനിൽ ഇരുന്നാലാണ് ആ പോയമൊക്കെ എഴുതിയില്ലെങ്കിൽ ഒരു ഡാൻസും അല്ലെ പാട്ടും. ഇപ്പം ആ ഒരു പേഴ്സണാലിറ്റി ടൈപ്പാണ്. ഓക്കെ, then they have strong guilt, they have envy, they have anger, they are anxious. അപ്പോൾ ഇമോഷൻ ചുറ്റിക്കറങ്ങിയിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ന്യൂറോട്ടിക് പേഴ്സൺ. ഇപ്പോൾ ഇവരിൽ ഡിപ്രഷൻ വരാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ദി ആർ സോ സെൻസിറ്റീവ് സംടൈംസ് ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട് ടു ടേക്ക് ദി നെഗറ്റീവ് തോട്ട്സ്. അപ്പോൾ ശരിയാകാനും സാധ്യതയുണ്ട്. ഇനി ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി, ഉൾവലിഞ്ഞ് എന്നുവെച്ചാൽ ആരുടെ മിണ്ടത്തില്ല. They may be too humble. They just keep to themselves. അവരുടെ പ്രശ്നങ്ങൾ they keep to themselves. അവർ ആരുമായിട്ട് കൂട്ടുകൊടുത്തില്ല. അതുകൊണ്ട് അവർക്ക് അങ്ങനെ പോകുമ്പോൾ വലിയ നഷ്ടമാണ്. നമുക്ക് we need people. We are born to socialize. We are born to ഒന്നും നമ്മളിപ്പം നമ്മളെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനും അവരെ ആശ്വസിപ്പിക്കാനും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഒരു സോഷ്യലൈസേഷൻ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, സെൽഫ് ക്രിട്ടിക്കൽ പേഴ്സണാലിറ്റി ആൻഡ് പെസിമിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഓർക്കാനായിട്ട് പഴങ്ങളായിട്ട് ഉപമിക്കാം. നമുക്ക് സം പേഴ്സണാലിറ്റീസ് ചക്ക പോലെയാണ്. ലൈക്ക് ഔട്ട്സൈഡ് ദേ ആർ സോ തോണി ആൻഡ് ഹാർഡ്, പക്ഷെ ഉള്ളിൽ ദേ ആർ സോ സ്വീറ്റ്, നൈസ് പീപ്പിൾ. നിങ്ങൾ അങ്ങനത്തെ വ്യക്തികളെ കണ്ടു കാണും അല്ലേ. ചില പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഓറഞ്ച് പോലെയാണ്, അത് പെട്ടെന്ന് കരയും. ആ തൊളി പിന്നെ സ്കിന്നൊന്ന് പീൽ ചെയ്യുമ്പോഴത്തേനും കരയും. ചെറുതായിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴത്തേനും കരയും. ചിലർ ബനാന പോലെയാണ്. ബനാന പോലെ എന്ന് പറഞ്ഞാൽ എത്ര കൊണ്ടാലും പഠിക്കില്ലെന്ന് പറയില്ലേ, ഇങ്ങനെ
വഴുക്കി പെട്ടെന്ന് ഇങ്ങനെ സ്ലിപ്പറിയാണ്, ദേ സോ സോഫ്റ്റ് ആണ്, ദേ അവർ അങ്ങനെ ആരെയും ഹേർട്ട് ചെയ്യത്തില്ല, അവരെ ഹേർട്ട് ചെയ്യാനും ഇഷ്ടമില്ല, അങ്ങനെ സോഫ്റ്റ് പീപ്പിൾ. Suppose if you take apple, they're hard, they're firm outside, they're quite health conscious, they're firm. അവരാരെയും കൊണ്ട് വലിയ ഉപദ്രവമൊന്നും ആർക്കും ഇല്ല, അവരവരുടെ കാര്യം നോക്കും. ബട്ട് അപ്പം അങ്ങനെ ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് ഉപമപ്പെടുത്താം പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. അപ്പം നമ്മുടെ ഓരോ പേഴ്സണാലിറ്റി, ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ, നമ്മളെ വളർത്തിയപ്പോഴും, നമ്മളെ പേരൻസ് നമ്മളെ വളർത്തിയപ്പോഴും നമുക്കുണ്ടായ സെറ്റ് ഓഫ് തിങ്കിങ്, സെറ്റ് ഓഫ് വാല്യൂസ്, സെറ്റ് ഓഫ് ബിലീഫ്സ്, ആ ഒരു പാറ്റേണിനാണ്, ആ ഹോൾ പ്രോസസ്സിനാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ പേഴ്സണാലിറ്റിയിൽ ഇപ്പോൾ ചിലപ്പം ഒരു സാഹചര്യം കൊണ്ട് ഒരു കൊച്ചിനെ അതിൻ്റെ ഓൺ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാക്കാൻ പറ്റിയില്ല, പേഴ്സണാലിറ്റിക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുമ്പോൾ ദേ ബിഹേവ് ലിറ്റിൽ അവേ ഫ്രം നോർമൽസി. അപ്പം അങ്ങനെയുള്ള ചില പേഴ്സണാലിറ്റീസ് ഞാൻ പറഞ്ഞ പോലെ ന്യൂറോട്ടിക് അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സെൽഫ് ക്രിട്ടിക്കൽ, ദേ സെൽഫ് ബ്ലെയിം, അവർ എന്തുമാത്രം അവരെ തന്നെ ദണ്ണിച്ച് ഞാൻ കാരണമാണ്, ദേ ജസ്റ്റ് ബ്ലെയിം ദെംസെൽഫ്, they don't know to love themselves. അപ്പം അങ്ങനെയുള്ള പേഴ്സണാലിറ്റി they are very prone to develop depressions. ഇനി മൂഡ് റെഗുലേഷൻസ്, ഞാൻ ഇവിടെ കണ്ട വേറൊരു പ്രോബ്ലമാണ് മൂഡ്, ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. അവർക്ക് ദേ ആർ സോ അൺസ്റ്റേബിൾ, അവരുടെ ആ ഇമോഷൻ്റെ, അവരുടെ പ്രോസസ്സിങ് തിങ്ക് ചെയ്യാനോ ക്ഷമിക്കാനോ എടുത്തു ചാട്ടം പെട്ടെന്ന്, ദേ ജസ്റ്റ് മേക്ക് ക്വിക്ക് ഡിസിഷൻസ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്, ആൻഡ് ദർ ഇസ് നോ റെക്കൺസിലേഷൻ, ദർ ഇസ് നോ പേഷ്യൻസ് ആൻഡ് നത്തിങ് കോൾഡ് ഫർഗീവ്നെസ് ഇൻ ദിയർ ലൈഫ്. അപ്പോൾ അതാണ് ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. അപ്പോൾ ഈ മൂഡ് റെഗുലേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഈ അമിഗ്ഡല ഹീറ്റായി കഴിയുമ്പോഴത്തേനും ഫ്രോണ്ടൽ ലോബ് ചിലപ്പോൾ വിട്ടുകൊടുക്കും, അന്നേരം ഒറ്റയടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ആ സമയത്ത് അവരുടെ തിങ്കിങ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ദേ എൻറ്റർ ഇൻ ടു ദറ്റ് ഹാർഡ് സ്ട്രോങ് ഇമോഷൻ. എന്നിട്ട് ഇങ്ങനെയുള്ളവർ എന്ത് എന്ന് വെച്ചാൽ പിന്നീട് ലേറ്റർ ആഫ്റ്റർ 1 hour ഈ ഫംഗ്ഷൻ വീണ്ടും തുടരും. അന്നേരം അവർക്ക് ഭയങ്കര റിമോഴ്സ്. എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞു പോയത് വലിയ വിഷമമായി, അത് വീണ്ടും ഒരു നിരാശയിലാകും. ആ വ്യക്തിയായിട്ട് ഞാൻ ഒരിക്കലും അങ്ങനെ പറയരുതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചിന്തിച്ചില്ല, പക്ഷെ ലേറ്റർ ഓൺ ദേ വിൽ തിങ്ക്. അപ്പോൾ ഈ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ മൂഡ് റെഗുലേഷൻ പ്രോബ്ലം ഇല്ലാത്തത് ഒരു വലിയ പ്രോബ്ലം തന്നെയാണ്. ഇനി ഡിപ്രഷൻ ഇൻ വിമൻ, ഞാൻ പറഞ്ഞല്ലോ ഈ മെന്നിൻ്റെയും വിമൻ്റെയും മേക്കപ്പ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ സോ ദാറ്റ് ഡിഫറൻസ് ഇറ്റ് സെൽഫ് ക്യാൻ കോസ്. അത് മാത്രമല്ല, ഒരു സ്ത്രീയെ എടുത്തു കഴിഞ്ഞാൽ ഷീ ഇസ്, എന്താ പറയുക, ഒരു സ്ത്രീ ഒരു ബലഹീന പാത്രമാണ്. ഐ തിങ്ക് ഇറ്റ് ഇസ് ദ റൈറ്റ് വേ ഓഫ് സേയിങ് ഇൻ മലയാളം. ഷീ ഈസ് എ ടെൻഡർ, പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ചിലപ്പം യു ജസ്റ്റ് ഹാവ് ടു ബി പ്ലേയിങ് ബോത്ത് വിമൻസ് റോൾ ആൻഡ് ബോത്ത് മെൻസ് റോൾ. ജീൻസ് ഇടും, പാൻറ് ഇടും, യു ജസ്റ്റ് ഹാവ് ടു പ്രിറ്റൻഡ് ലൈക്ക് യു ആർ എ മെൻ ആൻഡ് അപ്പം ബട്ട് നമ്മുടെ മേക്കപ്പ് വേറെയാണ്, നമ്മളെ ഉണ്ടാക്കുന്നത് കെയറിങ്. അതുകൊണ്ടാണ് അമ്മമാർക്ക് പെട്ടെന്ന് ഭയങ്കര ആ ഒരു മക്കളാണെങ്കിലും ആ കെയറിങ് ഇച്ചിരി കൂടെ കൂടുതലുണ്ട്. ഓഫ്കോഴ്സ് മെന്നിനും ഉണ്ട്, പക്ഷേ മെന്നിൻ്റെ മേക്കപ്പ് വേറെയാണ്. ഇപ്പോൾ കൊച്ചുകാലെടുത്താൽ കൂടെ നമ്മളിപ്പം എന്താ പറയുക, ഫീമെയിൽസിൻ്റെ കളി തന്നെ വേറെയാണ്. അവർക്ക് കുറേ ഡോൾസും അതിന് പാവയ്ക്ക് ഉടുപ്പിട്ടും പൊട്ടുതൊട്ടും അല്ലെങ്കിൽ പൂവച്ചും അപ്പം അങ്ങനെ നമ്മൾ അതിന് ലിപ്സ്റ്റിക് ഇട്ടും അപ്പം അങ്ങനെയുള്ള ഒരു നമ്മളങ്ങനെയാണ് മോൾഡ് ചെയ്തേക്കുന്നത്. നമ്മളാണ് അത് മാറ്റിയെടുത്ത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഈ മോഡേണൈസേഷൻ ഇസ് അനദർ റീസൺ വൈ വി ആർ ഇൻവൈറ്റിംഗ് പ്രോബ്ലംസ്. ഇനി മെന്നിനെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടം തന്നെ, അവർ കാറ് എത്ര, ആ കാറിന് എത്ര, അതിൻ്റെ കളർ തന്നെ, അതിൻ്റെ ബോണറ്റ് എന്താ, വേറെ എന്തൊക്കെയോ വേർഡ് ഉണ്ടല്ലോ. അപ്പം ദേ ആർ മോർ ടെക്നിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ മെക്കാനിക്കൽ. അപ്പം അങ്ങനെയാണ് അവരെ സൃഷ്ടിച്ചേക്കുന്നത്. പക്ഷെ ഈ വന്ന കാലത്ത് അങ്ങനെയൊന്നുമല്ല, രണ്ടും ഉണ്ട്, മിക്സ് ആൻഡ് മാച്ചാണ്. അപ്പോൾ അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ട്. എനിവേ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നമ്മുടെ പിന്നെ അത് ഒരു കാര്യം. പിന്നെ നമുക്ക് റോൾ, ഒത്തിരി റോൾസ് are there, as a mother, as a staff, as a worker, as a sister, as a, ഒത്തിരി ഡിഫറെൻറ്റ് റോൾസ് are there. അത് മാത്രമല്ല, നമുക്ക് ഒത്തിരി ഹോർമോണൽ ചേഞ്ചസ് are there, സ്റ്റാർട്ടിങ് ഫ്രം മെനാർക്കി, മെനപ്പോസ്, ഇത് പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്. ഇതിനകത്തെല്ലാം നമ്മുടെ ഹോർമോൺ കിടന്ന് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന ഒരു സ്റ്റേജസിലേക്കൂടെയാണ് വിമൻ ഇസ് അണ്ടർഗോയിങ്. അപ്പം അതുകൊണ്ട് ദർ ആർ ഡെഫിനറ്റ് ചാൻസസ് ഓഫ് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിമന് ഒത്തിരി ഇറ്റ് ഹാപ്പൻസ് ടു വിമൻ. ആൻഡ് അത് നമുക്ക് നിസ്സാരമായിട്ട് എടുക്കുന്ന കാര്യമല്ല. അഫ്കോഴ്സ് പോസ്റ്റ് പാർട്ടം ബ്ലൂസ് ആർ വെരി ലൈറ്റ്. അത് മിക്കവർക്കും 80% ഓഫ് പീപ്പിൾ സഫർ ഫ്രം ദാറ്റ്. അപ്പം അത് വലിയ പ്രശ്നമല്ല.
postpartum psychosis എന്ന് പറയുന്നത് it should happen within first 2 weeks of having the baby. അത് കഴിഞ്ഞിട്ട് ആഴ്ചകൾക്ക് ശേഷം വരുന്നത് വെരി റെയർ ആണ്. ഓക്കെ, അപ്പം അത് നമ്മൾ എങ്ങനെയാണ് സംഭവിക്കണമെന്ന് വെച്ചാൽ എഗെയിൻ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് ഇമ്പാക്ട്. കഴിഞ്ഞ ദിവസം ഈ ഹോർമോണിന്റെ കാര്യം പറഞ്ഞു ഓർക്കുക. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഷി കെയിം വിത്ത് പ്രോബ്ലംസ് വിത്ത് മെമ്മറി. അപ്പം ഞാൻ ആ സ്ത്രീയായിട്ട് സംസാരിച്ചു. ഷീ ഈസ് ഓൺലി 45 and she started to have the changes of memory for 43. അപ്പം ഞാൻ അപ്പോൾ ഒരിക്കലും I really challenged. It is not dementia, but as she's a teacher, she works as a school teacher, and she was saying no, എനിക്ക് ഈ പ്രോബ്ലം ആയിട്ട് ഇനി മെമ്മറി കൊണ്ട് എനിക്ക് പിള്ളേരെ പഠിപ്പിക്കുന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല, തലേദിവസം പഠിച്ചത് പിറ്റേ ദിവസം ഓർക്കുന്നില്ല, ഐ കാൺട്ട് വർക്ക് അറ്റ് ദിസ് സ്റ്റേജ് അങ്ങനെ. അപ്പം എൻ്റെ ഡിമെൻഷ്യ ചെക്ക് ചെയ്യണമെന്ന്. പക്ഷേ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി ഞാൻ ചുമ്മാ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ ഷീ വാസ് ഓൺ HRT, pre-menopausal mothers എടുക്കുന്ന HRT. And I was just reviewing that and I was clarifying with the GP. GPക്ക് ഇത് അറിയത്തില്ലായിരുന്നു because she didn't tell, because she went to the memory clinic privately and she got the treatment. So I spoke to the GP and I said, എനിക്ക് അറിയത്തില്ല, but I just wanted you to review to understand whether that will have an impact on her depression and also on her memory, because പുള്ളിക്കാരിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര വിഷമം. അപ്പോൾ GP പെട്ടെന്ന് പറഞ്ഞു, ഐ എം വിത്ഡ്രോയിങ് ദിസ് റെഫറൽ. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, സെൻഡ് ഹർ ടു മെനോപോസ് ക്ലിനിക്, ഗെറ്റ് ദറ്റ് റിവ്യൂഡ് ഫസ്റ്റ്, എന്നിട്ട് നമുക്ക് അത് പോയില്ലെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് any imbalance of the hormones can definitely have an impact on your mood and also on the memory. ഇനിയിപ്പം മെനോപോസിൻ്റെ പിന്നെ it is very common, it is not, but chelororkum I am so irritable during that time, a few days before that, and particularly coming towards menopause, it is so intense. I simply get angry and I regret about it, ഇതെല്ലാം നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ്. ഇത് നമ്മൾ ഒത്തിരി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദിസ് ഇസ് എ നാച്ചുറൽ തിങ് ടു ഗോ ത്രൂ. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടുത്തെ കൺട്രിയുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ, മെഡിസിൻ മാത്രമേ ഉള്ളൂ. വേറെസ് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് മെഡിസിൻ അല്ലാതെ നമ്മൾ ജനിച്ചപ്പോൾ തന്നെ ഇപ്പോൾ ഉലുവവെള്ളം, ജീരകവെള്ളം, മല്ലിയില, അങ്ങനെ പറഞ്ഞ് കുറേ ഹെർബ്സിൻ്റെ നടുക്കാണ് നമ്മൾ വളർന്നേക്കുന്നത്. സോ നമുക്ക് ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട്, ഇവരെ പോലെയല്ല. ഞാൻ പറഞ്ഞു വരുന്നത് അത് ട്രൈ ചെയ്യാനല്ല ഞാൻ പറയുന്നത്. where possible, take things naturally. ഇപ്പം അമ്മയ്ക്ക് പ്രസവം എന്ന് പറയുന്നത് നാച്ചുറലാണ്, പ്രസവ വേദന നാച്ചുറലാണ്. പക്ഷെ വേദനയുണ്ട്, നമ്മളെല്ലാം അതിലൂടെ പോയതാ. പ്രീമെൻസ്ട്രൽ പെയിന് നാച്ചുറലാണ്, ഓക്കെ. പക്ഷെ ചിലർക്ക് അത് ഇൻറ്റൻസ് ആണ്. ടേക്ക് സം മെഡിക്കേഷൻ, യു ഫീൽ ബെറ്റർ. ഇമോഷണൽ ചേഞ്ചസ് നാച്ചുറലാണ്, നമുക്ക് ഇറിറ്റബിലിറ്റി എല്ലാം ഉണ്ടാവും. ഇത് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ കെമിസ്ട്രി ചേഞ്ചസ്. നിങ്ങളത് വലിയൊരു പേടിയായിട്ട് കാണണ്ട. പക്ഷെ അഫ്കോഴ്സ് അത് വളരെ ഇച്ചിരി കൂടി പത്തലോജിക്കലായിട്ട്, അബ്നോർമലായിട്ട്, ഇപ്പം ഒരു സൈക്കോട്ടിക് ആയിട്ടോ അല്ലെങ്കിൽ താങ്ങാൻ പറ്റാത്ത രീതിയിൽ, ഇപ്പം എന്താ പറയുക, ഇപ്പം മെന്നിനും എന്താ പറയുക അബ്യൂസ് സേഫ് ഗാർഡിങ് ഉണ്ട്. പണ്ട് ഡൊമസ്റ്റിക് വയലൻസ് ഫീമെയിൽസിന് മാത്രമേ ഉള്ളൂ, ഇപ്പം മെന്നിനും ഉണ്ടെന്ന് ഞാൻ കേട്ടു. സോ യു ഗോട്ട് ടു ബി വെരി കെയർഫുൾ ദ ബൗണ്ടറീസ് ദാറ്റ് യു കീപ്. പക്ഷേ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് ഈ ഹോർമോണൽ ഇംബാലൻസസ് നമുക്ക് ഉണ്ടാക്കാം. സോ ബി അവെയർ ഓഫ് ദറ്റ്. അപ്പം നമുക്കത് അറിയാമെങ്കിൽ യു നോ ഹൗ ടു മാനേജ് ദറ്റ് ആസ് വെൽ. ഓക്കെ, ഏതർ പറഞ്ഞു വെക്കാം, ഞാൻ അരിശപ്പെടുന്നത് ഇതുകൊണ്ടാണ്, സോ ഐ വിൽ ബി ഫൈൻ ആഫ്റ്റർ ദിസ്, ഈ മെനോപോസ് അങ്ങ് മാറി വരുമ്പോൾ യു ബി ഫൈൻ, യു ബി നൈസ് ആൻഡ് ബ്യൂട്ടിഫുൾ മദർ യെറ്റ് അഗെയിൻ. സോ ഇനി മെന്നും വിമനും എക്സ്പ്രസ് ചെയ്യുന്ന ഡിപ്രഷൻ ഡിഫറെൻ്റ് ആണ്. പെണ്ണുങ്ങളാണെങ്കിൽ ഒത്തിരി എനിക്ക് വിഷമാണ്, എനിക്ക് ദുഃഖമാണ്, അല്ലെങ്കിൽ എനിക്ക് ഗിൽറ്റ് ഉണ്ട്, എനിക്ക് സെൽഫ് ക്രിട്ടിക്കലായിരിക്കും, അവരിങ്ങനെ ആരുടെ മിണ്ടില്ല, കഴിക്കില്ല, അവിടെ എവിടെയും വേദന, സൊമറ്റൈസേഷൻ ഒക്കെ ഉണ്ടോ. മെന്നിന് അങ്ങനെയല്ല. അവരുടെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ആങ്കറാണ്. ദേ നീഡ് നോട്ട് പ്രസന്റ്, എല്ലാവരും അല്ല, ദാറ്റ്സ് ഹൗ മെൻ ഇസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ്. അവർ പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് അരിശപ്പെടുക, ആൻഡ് ജോലിയിൽ ദേ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ടു വർക്ക്, അല്ലെങ്കിൽ ദേ ജസ്റ്റ് കീപ് ദോസ് സിംറ്റംസ് ഹിഡൻ. അത് മെന്നിൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷൻ ആണ്. ഓക്കെ, നമ്മളപ്പോൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഓക്കെ, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, find out what is triggering those situations. Sometimes it could be like, maybe something has drastically happened, or maybe a misunderstanding which he is holding, So we need to find out what is triggering that, and come to terms to that.
ഇനി നമ്മുടെ മെന്റൽ ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഓർക്കുന്നു. ഐ എം റിയലി സോറി, പെട്ടെന്ന് സമയം പോവാം. മെന്റൽ ഡിഫൻസ് മെക്കാനിസം ഒരു ഡിപ്രഷനെ സംബന്ധിച്ച് മെന്റൽ ഡിഫൻസ് മെക്കാനിസം നിങ്ങളെല്ലാവരും പഠിച്ചതാണെന്ന് എനിക്കറിയാം. പക്ഷെ ഡിപ്രഷൻ സ്പെസിഫിക് ആയിട്ട് ഉണ്ടാകുന്ന മെന്റൽ ഡിഫൻസ് മെക്കാനിസമാണ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഡിഫെൻഡ് ചെയ്യും ചില കാര്യങ്ങൾ നമ്മുടെ ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡിപ്രഷന്റെ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഡിനയൽ. ഇപ്പോൾ ഒരാൾ മരിച്ചു, നമ്മളത് ഡിനൈ ചെയ്യും. നമ്മൾ കോൺഷ്യസ്ലി ചെയ്യുന്നല്ല, അൺകോൺഷ്യസ്ലി ഇല്ല, മരിച്ചിട്ടില്ല, ഓക്കെ, ദറ്റ്സ് നോട്ട് റിയൽ, ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ, യുനോ. അപ്പം അതൊരു ഡിനയൽ, അതൊരു ചെറിയ പെത്തോളജിക്കൽ പ്രോബ്ലത്തിലോട്ട് പോകാം. അതേപോലെ തന്നെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഒരു വ്യക്തിയെ ഇഷ്ടമല്ല, സത്യത്തിൽ എനിക്കാ ഇഷ്ടമില്ലാത്ത, പക്ഷെ എൻ്റെ മനസ്സ് പറയും അവൾക്കല്ലേ എന്നെ ഇഷ്ടമല്ല, എന്താണെന്നറിയത്തില്ല, അവൾക്ക് ഭയങ്കര എനിക്കറിയത്തില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം. അതാണ് പ്രൊജക്ഷൻ. എന്നുവെച്ചാൽ എൻ്റെ ഇമോഷൻ മറ്റുള്ളവരുടെ തോളെ വെച്ച് കൊടുക്കുന്നതാണ് പ്രൊജക്ഷൻ. അത് ഡിപ്രഷനിൽ കോമൺ ആണ്. ഓക്കെ, ഇനി ഒരെണ്ണം പറഞ്ഞാൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് അഗ്രസീവ് ബിഹേവിയർ. ഇപ്പം നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ ഇമോഷൻസ് കണ്ടു പഠിക്കും. അവർക്ക് അത് നോർമലായിട്ട് എടുക്കുക. അത് ഐഡന്റിഫിക്കേഷൻ. വേറൊരാളെ നോക്കി നമ്മൾ കോപ്പി ചെയ്യുന്നത്, ഇപ്പം രജനികാന്തിന്റെ സ്റ്റൈൽ നമ്മൾ കോപ്പി ചെയ്യുന്ന പോലെ ഐഡന്റിഫിക്കേഷൻ. യു ഐഡന്റിഫൈ സംബഡീസ് ഇമോഷൻ ആൻഡ് യു ടേക്ക് ഇറ്റ്, ഇറ്റ്സ് നോർമൽ. അത് നമ്മൾ അറിഞ്ഞ് ചെയ്യുന്നല്ല, അൺകോൺഷ്യസ്ലി ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ഇനിയൊരു ഡിപ്രഷൻ പ്രോൺ ഡിഫൻസ് മെക്കാനിസമാണ് റിയാക്ഷൻ ഫോർമേഷൻ. സോ റിയാക്ഷൻ ഫോർമേഷൻ ഇസ് ഓൾസോ എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ നുണ പറയുക എന്നുവെച്ചാൽ നമ്മൾ അറിയുന്നില്ല, ബട്ട് യു ഡു ഇറ്റ് അൺകോൺഷ്യസ്ലി. നമുക്ക് നമ്മുടെ മനസ്സിന് 3 തട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കോൺഷ്യസ് ആയിട്ട് നമ്മളിപ്പോൾ എല്ലാം കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യുന്നത്. സബ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഓർമ്മയിലൂടെ ആരെങ്കിലും സംസാരിച്ചാൽ അന്ന് എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പെട്ടെന്ന് ചെറിയ ട്രിഗർ വേണം. പക്ഷെ അൺകോൺഷ്യസ് മൈൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മളത് വേറൊരു പ്രൊഫഷണൽ നമുക്ക് ആ ഇൻസൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. പണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഹേർട്ട് ഫീലിങ്ങോ ഒരു അബ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടപ്പുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഈ പറയുന്നത്. അപ്പം ഈ ഡിപ്രഷൻ പ്രോൺ അനദർ വൺ റിയാക്ഷൻ ഫോർമേഷൻ. നമ്മൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരാൾ പിന്നെ കാണാൻ ഒരു ഇതൊന്നുമില്ല, നമ്മൾ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ഭംഗിയെന്ന് കാണാൻ, നമ്മളെ ഉള്ളിലത്തെ അല്ല പുറത്ത് പറയുന്നത്. ഇപ്പോൾ ഒരാൾ പ്രസൻറ്റേഷൻ നമുക്ക് സത്യം പറഞ്ഞാൽ ആ വ്യക്തിയെ ഇഷ്ടമില്ല, പക്ഷെ നമ്മൾ എന്ത് രസമായിരുന്നു കേട്ടോ, നല്ല, പക്ഷെ മനസ്സിനകത്ത് ഒരു പക്ഷെ അവർക്ക് ഒരു ജലസായിരിക്കും. അപ്പോൾ അതാണ് റിയാക്ഷൻ ഫോർമേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ ഡിഫൻസ് മെക്കാനിസംസ് അൺകോൺഷ്യസ്ലി നടക്കുന്നതാണെങ്കിലും നമ്മൾ കുറച്ചൊക്കെ നമ്മളോട് ഹോണസ്റ്റ് ആയിരിക്കണം. ഉള്ളിലൊരാൾ പുറത്തൊരാളാകരുത്. വാട്ട് യു ആർ ഇൻസൈഡ്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. ഐ ടോൾഡ് അഗെയിൻ ഐ തിങ്ക് ഇൻ ദ ലാസ്റ്റ് ലെസൺ ആസ് വെൽ, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. ഇപ്പം നമ്മളിപ്പോൾ എന്തിനെങ്കിലും ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ ചതിക്കരുത്. വാട്ട് യു ആർ ഇൻസൈഡ്, വി ഹാവ് ടു ട്രൈ, ദ വേർഡ് ട്രൈ, ടു ബി ഔട്ട്സൈഡ്. ഓക്കെ, ചില അപ്പോൾ നമുക്ക് ആ ഒരു ഡബിൾ മൈൻഡഡ്നെസ് ഉണ്ടാവില്ല. നമുക്കൊരു ഡബിൾ മൈൻഡഡ്നെസ്, പിന്നെ നമുക്കതൊരു ആങ്സൈറ്റി പ്രൊവോക്കിംഗ് ആയിരിക്കും. ഞാൻ പറഞ്ഞത്. ബട്ട് എനിവേ ഇത് കോൺഷ്യസ് ലെവലിൽ നടക്കുന്ന ഒരു കാര്യമല്ല, അൺകോൺഷ്യസ് ലെവലിൽ. ഇനി അതേപോലെ കുറേ ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. നിങ്ങൾ കേട്ട പോലെ റിപ്രഷൻ. ഇത് കോൺഷ്യസ്ലി ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അബ്യൂസൊക്കെ നമുക്ക് നമ്മുടെ അൺകോൺഷ്യസ് ഇതിൽ കിടപ്പുണ്ടാവും. ഓക്കെ, അത് വ്രണമായി അത് ഒരു സൈക്കോ അനാലിസിസ് വഴിയാണ് ഹീലാവുന്നത്. ഇനിയൊരു കാര്യം എന്ന് വെച്ചാൽ സപ്രഷൻ. നമ്മൾ ചില വിഷമങ്ങൾ നമ്മളങ്ങ് മറക്കാം നമ്മൾ ഫോഴ്സ്ഫുള്ളി പ്രസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് സപ്രഷൻ. അപ്പോൾ അതുപോലെ നമുക്ക് പല ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട് നമ്മുടെ ബ്രെയിന്. അപ്പം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ ക്ലെവറായിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അപ്പം ബ്രെയിൻ അങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചില ഡിഫൻസ് മെക്കാനിസം ആർ വെരി അൺഹെൽത്തി. ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഹെൽത്തി ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. ലൈക്ക് സബ്ലിമേഷൻ. ഓക്കെ, ഇപ്പം എന്താ പറയുക, യുനോ ഇഫ് യു ഇപ്പം ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു പാരൻറ്റിൻ്റെ വിഷമം ഒക്കെ അനുഭവിച്ചൊരു കൊച്ചാണെങ്കിൽ ഷീ വിൽ ട്രൈ ടു ഹെൽപ്പ് അതേഴ്സ് ടു സേ ദാറ്റ് യുനോ ആൽക്കഹോളിസത്തിൻ്റെ ഇഫക്റ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ വീടിൻ്റെ സാഹചര്യത്തിൽ ഒത്തിരി വിഷമത്തിലൂടെ കടന്നു വന്നൊരു ഷീ കംസ് അക്രോസ് എസ് എ ടെസ്റ്റിമണി ഫോർ അതേഴ്സ്. അപ്പം അതൊക്കെ ഒരു നല്ല ഡിഫൻസ് മെക്കാനിസംസ് ആണ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം.
നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ചേഞ്ചസ് ക്യാൻ ഓൾസോ കോസ് ഡിപ്രഷൻ. ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇപ്പം പെട്ടെന്ന് ഇപ്പം ഞങ്ങൾ ഡിമെൻഷ്യയിലാണെങ്കിലും പറയും ഡിപ്രഷനാണോ ഡിമെൻഷ്യ ആണോ എന്ന് നമുക്ക് ആദ്യം വേർതിരിച്ച് അറിയണം. ഓക്കെ, പ്രത്യേകിച്ച് എൽഡർലി പീപ്പിളിൽ അവർ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, അവർക്ക് മിണ്ടാൻ ആരുമില്ല, അവർക്ക് വയസ്സായി ചേഞ്ചസിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് അവരെ ഡിമെൻഷ്യ എന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ് കുഡ് ബി എ ഡിപ്രഷൻ. അപ്പോൾ ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അനീമിയ, blood levels when they have got iron deficiency, anemia, oxygenation is decreased, so they can have. അപ്പം നമുക്ക് തന്നെ അറിയാം, ഐ മീൻ അനീമിയ ഉള്ളവർക്ക് ഭയങ്കര ഒരു ഇറിറ്റബിലിറ്റിയും, അപ്പം ദാറ്റ് ക്യാൻ കോസ് ഡിപ്രഷൻ അല്ല, ചേഞ്ചസ് ഇൻ യുവർ മൂഡ്. ഓക്കെ, അപ്പം പെട്ടെന്ന് അത് റെക്ടിഫൈ ചെയ്യാൻ നോക്കണം. തൈറോയിഡ്, ലോ തൈറോയിഡ് ഡിപ്രഷൻ ഉണ്ടാക്കാം. ഹൈ തൈറോയിഡ് മാനിക്സും, ഐ മീൻ ഹോർമോൺസ് മേനിയ ഉണ്ടാക്കാം. അതേപോലെ തന്നെ ലൈക്ക് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ആൽക്കഹോൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാം മറന്ന് അങ്ങ് ഉറങ്ങാമെന്ന് വിചാരിക്കും. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, ആൽക്കഹോൾ ഇസ് എ ഡിപ്രസൻറ്റ്, ആൻറ്റി ഡിപ്രസൻ്റ് അല്ല, ആൽക്കഹോൾ ഇസ് എ ഡിപ്രസൻറ്റ്. അപ്പം നമ്മൾ ഓർക്കാം എന്നാൽ പിന്നെ എല്ലാം കൂടെ മറന്നുറങ്ങിക്കൂടെ എന്ന്. പക്ഷേ ഇത് നമ്മളെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളെ ഒന്നും കൂടെ ഡിപ്രസ്ഡ് ആക്കും. ഇപ്പോൾ ഈ പ്രേമനൈരാശ്യമുള്ള ഒരാൾ ദുഃഖത്തിൻ്റെ പാട്ടങ്ങോട്ട് കേട്ട് കഴിയുമ്പോൾ ദേ ഗോ ബാക്ക് ടു ദിയർ ഓൾഡ്, എന്താ പറയുക, ആ ഒരു ലോസിലോട്ട് വീണ്ടും പോകുന്ന പോലെയാണ്. ഓക്കെ, സോ ഇറ്റ് ഡിപ്രസസ് യു അഗെയിൻ. ഓക്കെ, സോ ആൽക്കഹോൾ ഇസ് നോട്ട് എ മെഡിസിൻ. ഇനി പോസ്റ്റ് സ്ട്രോക്ക് ഡിപ്രഷനും കോമൺ ആണ്. ഓക്കെ, സ്ട്രോക്ക് കഴിഞ്ഞ ഒരു ഡിപ്രഷന്, ഐ മീൻ സ്ട്രോക്ക് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സ്ട്രക്ചറൽ ചേഞ്ചസ്, ഓക്സിജനേഷൻ, ഡിക്രീസ് ബ്ലഡ് ഫ്ലോ, അല്ലെങ്കിൽ പ്ലാസ്റ്റിസിറ്റി, ട്രാൻസ്മിറ്റർ ചേഞ്ചസ്, എൻസൈം ചേഞ്ചസ്, ഹോർമോൺ ചേഞ്ചസ്, ഇതെല്ലാം നമ്മളെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഞാൻ പറയേണ്ട കാര്യം ഇവിടെയായിരുന്നു, നമ്മുടെ ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ വെസ്റ്റേൺ വേൾഡിലോട്ട് വന്നുപോയി, നമ്മൾ ആഗ്രഹിച്ചതോ ആഗ്രഹിക്കാത്തതോ നമ്മളോട് വന്നുപോയി. ഇനിയിപ്പം നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ, ഫാക്ടേഴ്സ്, ഐ എം നോട്ട് ട്രൈങ് ടു സേ യു ഷുഡ് ഗെറ്റ്, ബട്ട് നമ്മൾ പോയ വഴികളൊന്നും നമുക്ക് ഓർക്കാം. ഇപ്പം നമ്മൾ ജോലിക്ക് പോവാം, അവിടെ വർക്ക് സ്ട്രെസ്, ദീസ് ആർ സം ഫാക്ടേഴ്സ്. ഇപ്പോൾ വർക്ക് സ്ട്രെസ് എന്ന് വെച്ചാൽ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ അവിടെ പോയി അവരുടെ ലാംഗ്വേജ് സംസാരിക്കുന്നത് തന്നെ ഒരു സ്ട്രെയിനാണ് അല്ലേ. അവിടെ ലാംഗ്വേജ് പോട്ടെ, അവരുടെ തമാശ നമുക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ നമ്മൾ പറയുന്ന തമാശ ചിലപ്പോൾ അത് ഡിസിപ്ലിനറി റൂട്ടിൽ പോകും. അപ്പം അത് തന്നെ ഒരു സ്ട്രെസ്സാണ് നമുക്ക്. അപ്പം നമ്മൾ വർക്കിൽ പോകുമ്പോൾ നമ്മൾ വേറൊരു, എന്താ പറയുക, അവിടുത്തെ അപ്രോപ്രിയേറ്റ് ആയിട്ടൊക്കെ പോകണമല്ലോ. അപ്പം നമ്മൾ വേറൊരു വ്യക്തിയായിട്ട് ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഐ മീൻ ഐ ജസ്റ്റ് വാണ്ടഡ് യു ടു റിഫ്ലക്ട് ഓൺ ദാറ്റ്. നമ്മളൊരു ഫോർമൽ മീറ്റിങ്ങിന് പോകുന്ന ദിവസം നമുക്ക് ഭയങ്കര ക്ഷീണമാണ്. എത്ര പേര് അത് അനുഭവിച്ചിട്ട്, ഐ എം ഷുവർ യു വിൽ അഗ്രി വിത്ത് ദാറ്റ്. തിരിച്ച് നമ്മളായി കോട്ടും സുട്ടും ഇട്ടുകൊണ്ട് പോയിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് വന്നാൽ എന്നറിയാം, നമ്മൾ ഒത്തിരി ഇമോഷണൽ എനർജി ഉപയോഗിക്കുക അല്ലേ. നമ്മൾ അവരുടെ രീതിക്ക് പറയണം, ചെയ്യണം. അപ്പം നമ്മൾ ആ സ്ട്രെയിൻ ടൂ മച്ചാണ്. ഓക്കെ, അപ്പം അത് നമുക്ക് ഒരു കണ്ടിന്യൂസ് സ്ട്രെസ്സാണ്. ചിലരൊക്കെ ജോലിക്ക് എന്നും അങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിച്ചോ, then it is a problem. ഓക്കെ, അപ്പം നമ്മുടെ ഈ രാജ്യത്ത് വരുന്നപ്പം ഇങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് എന്തൊരു ഫ്രീഡമാണ്, നമുക്ക് എന്ത് തമാശയും പറയാം, അവർക്കും മനസ്സിലാവും നമുക്കും മനസ്സിലാവും. ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിത്ഡ്രോൺ ആയി പോകും, കാരണം നമുക്കിപ്പോൾ പറയാനൊന്നുമില്ല, എല്ലാം ഓക്കെയാണ് അല്ലേ. അവർ ചോദിക്കുന്ന പോലെ ഐ ഓക്കെ, എവറിത്തിങ് ഈസ് ഓക്കെ, എവറിത്തിങ് ഈസ് ഫൈൻ. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഡ്രാമ പോലെയാണ് നടക്കുന്നത്. അതൊരു വർക്ക് സ്ട്രെസ്സാണ്. അത് മാത്രമല്ല, ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, റേസിസം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് മണക്കാൻ പറ്റും, ഫീൽ ചെയ്യും, പക്ഷെ നമുക്ക് പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അതിലപ്പുറം നിരാശയാണ് നമുക്ക്. അത് യു ക്യാൻ സ്മെൽ ഇറ്റ്, യു ക്യാൻ ഫീൽ ഇറ്റ്, ബട്ട് യു ക്യാൻ പോയിന്റ് ഇറ്റ് ഔട്ട്. ആ ഒരു ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ 2 ചാക്ക് അരി ഹൃദയത്തിൽ വെക്കുന്ന ഒരു ഫീലിംഗ്. അപ്പോൾ ഈ ജോലി നമുക്ക് എന്തോരം ജോലി വേണമെങ്കിലും ചെയ്യാം, അതിനപ്പുറം വരുന്ന ഇങ്ങനത്തെ ഫീലിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് വി കാണ്ട് ഇഗ്നോർ ദാറ്റ്. ഓക്കെ, റോൾ കൺഫ്യൂഷൻ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അമ്മമാരാവുന്നുണ്ട്, അപ്പന്മാരാവുന്നുണ്ട്. അപ്പം നമ്മൾ ഈ എന്താ പറയുക, ഡ്രൈവിങ് ചെയ്യണമെന്നോ, ആണുങ്ങളുടെ ആ ലെവലിൽ നമ്മൾ പ്രവർത്തിക്കണമെന്നോ. പിന്നെ ഞാനൊരു ഡേറ്റ എടുക്കാൻ മറന്നുപോയി. ഞാൻ ഇടയ്ക്ക് ഒരു റിസർച്ച് ഇങ്ങനെ വായിച്ചായിരുന്നു. മാനേജേഴ്സ് അവർക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകും. ഐ മീൻ അതിൻ്റെ റൈറ്റ് ഫിഗർ എൻ്റെ കയ്യിലില്ല, ഞാൻ പെട്ടെന്ന് ഓർത്തതാണ്. എന്നുവെച്ചാൽ ഈ ഹോർമോണൽ ഡിസ്റ്റർബൻസസ് എന്ന് വെച്ചാൽ മെന്നിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സൃഷ്ടിയിൽ നിന്ന് അല്പം അങ്ങോട്ട് മാറുക. അപ്പം ഇറ്റ് ക്യാൻ ഹാവ് എൻ ഇമ്പാക്റ്റ് ഓൺ ദ ഹോർമോൺസ്. ഓക്കെ,
എന്നിട്ട് ദാറ്റ് ക്യാൻ ഹാവ് യുവർ ഫുൾ കെമിസ്ട്രി ചേഞ്ചസ്. അങ്ങനെ ബ്രെയിൻ്റെ കാര്യമില്ല ഞാൻ പറഞ്ഞ ഹോർമോൺസ്, ഫീമെയിൽ ഹോർമോൺസ്. ഓക്കെ, അപ്പോൾ ഫീമെയിൽ ഹോർമോണിൻ്റെ ഡിസ്റ്റർബൻസസ്, സ്ട്രെസ്, മാനേജേഴ്സ് പ്രത്യേകിച്ച് ദേ ആർ പ്രോൺ ടു ഡെവലപ്പ് എന്ന് ഞാൻ റിസർച്ച് വായിച്ചു. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് പറയാനുള്ള കാര്യം, എൻ്റെ 2 ഫ്രണ്ട്സും, ഒരാൾ സോഷ്യൽ വർക്കറാണ്, ഒരാൾ ഫിസിയോ ലീഡാണ്. അപ്പം ഇവർ 2 പേരെടുക്കും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ സോഷ്യൽ വർക്കറിന് പെട്ടെന്ന് മുടി അങ്ങോട്ട് കഷണ്ടിയായി. ഞാൻ അതിൻ്റെ ബേസിസിൽ ഉണ്ടെന്ന് തെളിയിക്കല്ല കേട്ടോ, ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷെയർ. അതൊരു കഥയായിട്ട് എടുത്താൽ മതി. ആൻഡ് ഐ വാസ് ടെല്ലിങ് വൈ ഡോണ്ട് യു ജസ്റ്റ് സ്ട്രൈറ്റ്നസ് വല്ലതും ഉപയോഗിച്ചിട്ടാണോ, തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞിട്ടാണോ, അയൺ കുറഞ്ഞിട്ടാണോ, അങ്ങനെ ഒത്തിരി പറഞ്ഞു. പക്ഷേ ഈ പുള്ളിക്കാരത്തി ജോലി മാറി, ഷീ കെയിം ഡൗൺ, ജോലി മാറി, ഇപ്പം തല നിറച്ച് മുടിയാ, ഷീസ് ഫൈൻ. അതേപോലെ ഇനിയൊരു കഥയുണ്ട്. ഷീസ് എ ഫിസിയോ ലീഡ്. ഷീ വെന്റ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് wearing a wig and she was so sad, she was so depressed. ഭയങ്കര ഇൻറ്റൻസ് ബിസി സ്ട്രെസ്ഫുൾ ജോബാണ്. ഓക്കെ, then she realized she didn't change her job. She realized and she tried to do something to reflect, meditate, and automatic changes happened on her hair. She is crowning glory ഉണ്ട് ഇപ്പം, നല്ല ഭംഗിയുള്ള മുടി. എനിവേ, ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം വർക്ക് സ്ട്രെസ്, ഈ റോൾ കൺഫ്യൂഷൻസ്. ഓക്കെ, വാട്ട് ഐ ട്രൈ ടു സേ വാസ് യുനോ, അപ്പം ഈ ഒരു റോൾ കൺഫ്യൂഷൻ തന്നെ ഈ രാജ്യത്ത് നമുക്ക് കോമൺ ആണ്, ആൻഡ് ദാറ്റ് ക്യാൻ ഹാവ് എൻ ഇമ്പാക്ട് ഓൺ അവർ സ്ട്രെസ്. കൾച്ചർ കോൺഫ്ലിക്റ്റ്, ഇവിടെ വന്ന് കൾച്ചറൽ ഡിഫറൻസ് ഇസ് സോ ഇമെൻസ് അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ പിള്ളേർക്ക്, അവർക്ക് ഏത് കൾച്ചർ ഫോളോ ചെയ്യണമെന്ന് അറിയത്തില്ല. അവരൊരു പരുവത്തിലാണ് വെച്ചേക്കണേ നമ്മൾ. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പറയണോ, മലയാളം പറയണോ, തമിഴ് പറയണോ, അല്ലെങ്കിൽ ഇത് 2-3 ചേർത്തി പറയണോ, അല്ലെങ്കിൽ ഇവരുടെ സോഷ്യലൈസേഷൻ പബ്ബാണ്, പക്ഷെ നമ്മുടെ സോഷ്യലൈസേഷൻ പബ്ബല്ല. പിന്നെ അങ്ങനെയുള്ള ഒരു കൾച്ചർ കോൺഫ്ലിക്ട്സ്. ഇപ്പം നമ്മൾ തന്നെ ഇവിടെ ഫസ്റ്റ് ലാൻഡ് ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര ഷോക്കിംഗ് അല്ലേ. അപ്പം അതുപോലെ ഒരു ഷോക്കിംഗ്. അപ്പം നമുക്ക്, ഞാൻ പറയുന്നത് ഇത് ഉണ്ടാകുന്നല്ല, ഇറ്റ് ഈസ് ജസ്റ്റ് ബി അവെയർ ഓഫ് ദാറ്റ്. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ആ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ, അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ അവോയ്ഡൻസ്, അപ്രോച്ച്. ദീസ് ആർ ടു ഫ്യൂ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് കോൺഫ്ലിക്ട്സ്. അപ്പോൾ എന്താ പറയുക, അതും വേണം ഇതും വേണം, അല്ലെങ്കിൽ അത് വേണ്ട ഇത് വേണ്ട. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ പേരൻസ് റിസോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം മക്കൾക്ക് നമ്മുടെ കൾച്ചർ എന്താണ്, ഇവരുടെ കൾച്ചർ എന്താണ്, ഇതിൻ്റെ ഡിഫറൻസസ് എന്താണ്. അഗെയിൻ ഇറ്റ് വിൽ കം അലോങ് വിത്ത് യുവർ വാല്യൂസ് ദറ്റ് യു ഹോൾഡ്. ഇനി ലാക്ക് ഓഫ് സോഷ്യലൈസേഷൻ. നമുക്ക് എവിടെയെങ്കിലും പോകാൻ സ്ഥലമുണ്ടോ? പോകാൻ സ്ഥലം എന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവിടെ പോകും, അല്ലെങ്കിൽ വല്ല റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ കുറച്ച് ദിവസം താമസിക്കും, അല്ലെങ്കിൽ ഹോളിഡേക്ക് പോകും, അല്ലെങ്കിൽ അസോസിയേഷനോ അങ്ങനെ പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ പള്ളി ഈസ് ദ ബെസ്റ്റ് സോഷ്യലൈസേഷൻ. നമുക്ക് എല്ലാ ആഴ്ചയും പോകും, ഭയങ്കര സ്നേഹവും സന്തോഷവുമാണ്. സോ അല്ലാതെ ഇംഗ്ലീഷുകാരെ പോലെ നമുക്ക് ഫാമിലി ഒന്നും ഇല്ലല്ലോ, അപ്പം നമുക്ക് സോഷ്യലൈസേഷൻ കുറവാണ്. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി വിത്ഡ്രോൺ ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ദറ്റ് വി നീഡ് ടു ഹാവ് സോഷ്യലൈസേഷൻ ഗ്രൂപ്പ്സ്. ഇനി ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ, വിച്ച് ഐ ഓൾറെഡി കവേർഡ്. ട്രാൻസിഷൻ ആൻഡ് ചേഞ്ചസ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ജീവിതത്തിൽ നമുക്ക് ഓരോ ഘട്ടങ്ങളിലേക്ക് കൂടെ നമ്മൾ കടന്നു പോകും. ഓക്കെ, ആദ്യം സിംഗിളായിരിക്കും, പിന്നെ മാരീഡ് ആയിരിക്കും, പിന്നെ കൊച്ചുണ്ടാകും, പിന്നെ നമുക്ക് ജോലിയിൽ ചേഞ്ചസ് ഉണ്ടാകും. നമ്മുടെ മക്കളാണെങ്കിലും അവർ വളർന്നു വരും, പ്യൂബർട്ടി, പിന്നെ അഡോളസെൻ്റ് ആയി. അപ്പോൾ ഇതെല്ലാം ഒരു ട്രാൻസിഷൻ ഫേസാണ്. ഈ ട്രാൻസിഷൻ ഫേസിൽ പിന്നെ നമ്മൾ മക്കൾക്ക് ആ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയും, ഒരു മുക്ക് അവർ തിരിയുക. ആ മുക്ക് അവർ തിരിയുന്ന സമയത്ത് നമ്മൾ അവരെ പറഞ്ഞ് പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊന്ന് അവരെ അവെയറായിട്ടിരിക്കുക. അവർക്കും അവരുടേതായ ചേഞ്ചസ് ഉണ്ട്. ആ സമയത്ത് ഡെഫിനറ്റ്ലി ബിഹേവിയർ ചേഞ്ചസും ഉണ്ടാകും. ഓക്കെ, അത് കുഴപ്പമില്ല, അത് നാച്ചുറലാണ്. ഇപ്പോൾ ഈ ചില പിള്ളേർക്ക് പല്ല് വരുന്ന സമയത്ത് ഒക്കെ പനി, അരിശ ഇതൊക്കെ ഉണ്ടല്ലോ, അത് ഒരു ഡെവലപ്മെൻറ്റൽ ചേഞ്ചാണ്. അതേപോലെ തന്നെയാണ് പിള്ളേർക്ക് ആ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ നമ്മളത് അവെയറായിട്ട് മക്കളായിട്ട് 1-to-1 സ്പെൻഡ് ചെയ്ത് അത് ഒരു നോർമൽ ഫേസിലൂടെ കടന്നു പോവുക. അല്ലാതെ അവിടെ നിന്നിട്ട് നിൻ്റെ അങ്ങനെ നമ്മൾ കടുത്തൊന്നും പറയരുത്. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദം, സ്പെൻഡ് ടൈം വിത്ത് ദം. പിന്നെ ഞാനൊരിക്കൽ കുഞ്ഞ് കൊച്ചായിരുന്നപ്പോൾ വെൻ ഐ വെന്റ് ടു ദി GP, വെൻ ഹി മീനോ, അപ്പോൾ ആ GP പറഞ്ഞു, ലോമി ജസ്റ്റ് ഗിവ് ഹിം പ്ലെൻറ്റി ഓഫ് കഡിൽസ്, ഹിൽ ബി ഫൈൻ. ഞാനത് ആദ്യമായിട്ടാണ് കേൾക്കണത്. നാട്ടിലൊക്കെ നമ്മൾ പനിയായിട്ട് ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ തരും എന്നുള്ള, ഇപ്പം നമ്മുടെ മൈൻഡ് സെറ്റ് മാറി, ഇപ്പം നമ്മൾ പനി വന്നു പോലും. പക്ഷെ അന്ന് ദാറ്റ് GP ടോൾഡ് മീ, ഗിവ് ഹിം പ്ലെൻറ്റി ഓഫ് ചിൽഡ്രൻ നീഡ് കഡിൽസ്.
അപ്പോഴാണ് പിന്നെ ഐ അണ്ടർസ്റ്റുഡ് സംടൈംസ് ദാറ്റ്സ് ഓൾ ഇസ് റിക്വയർഡ്. അപ്പം നമ്മൾ വലിയ ഈ പറഞ്ഞ പോലെ സൈക്കോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. യുനോ സംടൈംസ് ഇറ്റ്സ് ലൈക്ക് എ സിമ്പിൾ വേർഡ് ടു സേ ദിസ് ഇസ് നോട്ട് റൈറ്റ്, ദിസ് ഇസ് ബെറ്റർ. പിന്നെ ലാക്ക് ഓഫ് സപ്പോർട്ട് ഞാൻ പറഞ്ഞു, നമുക്കിവിടെ ആരും അങ്ങനെ സപ്പോർട്ട് സിസ്റ്റമായിട്ടില്ല. അപ്പോൾ ചിലപ്പം കെയറേഴ്സിൻ്റെ ഉപയോഗിക്കേണ്ടി വരും. ഇഫ് ദർ ഇസ് എനി സപ്പോർട്ട് സിസ്റ്റം, ഡു ഇറ്റ് റാദർ ദൻ യു വർക്കിംഗ് ഹാർഡ് ആൻഡ് ഗോയിങ് ബിഹൈൻഡ് ഓവർ ടൈംസും നൈറ്റൊക്കെ ചെയ്യുമ്പോൾ കെയറേഴ്സ് നമുക്ക് സപ്പോർട്ട് സിസ്റ്റം ഇല്ല എന്നുള്ളത് നമ്മൾ അറിയണം. അതുകൊണ്ട് ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് രാത്രി ഉറങ്ങാതെ ഡ്യൂട്ടിക്ക് പോയി അവിടെ നിന്ന് ഡിസിപ്ലിനായി ഒന്നും വേണ്ട. ഗെറ്റ് ദ എനഫ് സപ്പോർട്ട് സിസ്റ്റംസ്. പിന്നെ വെതർ ഞാൻ ഓൾറെഡി പറഞ്ഞു. പ്രഗ്നൻസി നമ്മുടെ നാട്ടിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, മരുന്ന് നമ്മൾ വരുന്ന കൾച്ചർ എന്ന് പറഞ്ഞാൽ മരുന്ന് മാത്രമല്ല, ഇവിടുത്തെ പോലെയല്ല. നമുക്ക് ഓൾട്ടർനേറ്റീവ് അപ്രോച്ചസ് ഒക്കെ ഒത്തിരിയുണ്ട്. നമ്മൾ കണ്ടിട്ടുമുണ്ട് അമ്മമാർ എത്രമാത്രം കെയർ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ത്രൂ ഔട്ട് പ്രഗ്നൻസി. ഇവിടെ നമുക്ക് ജോലിയുടെ ഇടയ്ക്ക് ആ കെയറിങ് ഒന്നുമില്ല. സോ ചില കാര്യങ്ങൾ പണ്ടത്തെ സ്റ്റഡീസിൽ ഓൾട്ടർനേറ്റീവ് തെറപ്പീസിൽ പറയുന്നത് ശരിയാണ്. നമുക്ക് അവർക്ക് ആവശ്യമായ സ്നേഹവും കെയറും സപ്പോർട്ടും ത്രൂ ഔട്ട് പ്രഗ്നൻസിയും ആഫ്റ്റർ പ്രഗ്നൻസിയും ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പം അത് നമ്മൾ ഈ കൾച്ചറിൽ ഇഫ് യു വോണ്ട് ടു അഡോപ്റ്റ് ദാറ്റ്സ് ഫൈൻ. പക്ഷേ അപ്പം അത് വളരെ ഡെലിക്കേറ്റ് ആയിട്ട് എടുക്കുക. പിന്നെ കരിയർ ഫ്രസ്ട്രേഷൻ ഇപ്പോൾ വലിയൊരു വിഷയമായിട്ട് നിൽക്കുക. എന്ന് വെച്ചാൽ എന്ത് വന്നാലും ഞാനങ്ങ് മുന്നോട്ട് പോകുന്നില്ലെന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ആൻഡ് സം പീപ്പിൾ ദേ ഗെറ്റ് ടു ഗോ ഹയർ ആൻഡ് ഹയർ. ഓക്കെ, പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഇത് പ്ലീസ് ഡോണ്ട് കോമ്പീറ്റ് ബിക്കോസ് ഓരോരുത്തരുടെയും സാഹചര്യം വേറെയാണ്. ഇപ്പം എൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യമല്ല ഒരാളുടെ. വേറൊരാളുടെ സാഹചര്യം എന്ന് വെച്ചാൽ ഷീ ഹാസ് എനഫ് ടൈം, റെസ്പോൺസിബിലിറ്റി കുറവായിരിക്കാം, അല്ലെങ്കിൽ ദ വേ വേർ ഷീ ഈസ് വർക്കിംഗ് ഹാസ് ഗോട്ട് എനഫ് ഓപ്പർച്യൂണിറ്റി അല്ലേ. അപ്പം നമ്മൾ അത് വിചാരിച്ച് ഫ്രസ്ട്രേറ്റഡ് ആവേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ എന്താ പറയുക, പയ്യെ തിന്നാലും പന തിന്നാം. ആൻഡ് ലൈക്ക് വൈസ് നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി വറീഡ് ആകും നാച്ചുറലി. ഞാനിത് ഇവിടെ വന്ന് എന്താ ചെയ്യുന്നത് നാച്ചുറലി ഉണ്ടാകും അല്ലേ. എന്നിട്ട് അപ്പം അത് ഉടനെ തന്നെ നമ്മൾ ചിന്തിക്കണം, എനിക്കിത് കിട്ടിയില്ലേ, ഐ ഹാവ് എ ഫാമിലി, ഐ ഹാവ് എ ചിൽഡ്രൻ, ഐ എം സോ ബ്ലെസ്ഡ്, ഐ ഹാവ് എ റൂഫ്, ഐ ഹാവ് സം ഫുഡ് ഓൺ മൈ ടേബിൾ, ഇത്ര വീട് മേടിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ സോ യു ഡിഡ്ന്റ് മിസ് മച്ച്. ഈ ജീവിതത്തിൽ എല്ലാത്തിലും അങ്ങനെ പോകണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഏരിയയിൽ ദിസ് ഇസ് ഓൺലി വൺ ആസ്പെക്ട് ഓഫ് ഇറ്റ്. ഇഫ് യു ക്യാൻ ഡു ഇറ്റ് വെൽ ആൻഡ് ഗുഡ്. പക്ഷേ അതൊരു എന്താ പറയുക, അത് ഒരു കോമ്പറ്റീഷനായിട്ട് കാണരുത് നമ്മൾ. അവർ ചെയ്തു ഇനിയിപ്പം ഞാൻ എന്ത് വിചാരിക്കാനും പാടില്ല. എനിക്ക് എന്താ പറയുക, ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, നമ്മുടെ വായ കൊള്ളാവുന്നേ വെക്കാവൂ. അത് കൂടുതലായിട്ട് പോയിട്ട് പിന്നെ അവിടെ പോയിട്ട് സ്ട്രെസ് അനുഭവിച്ച് പിന്നെ വീട്ടിലും സമാധാനമില്ല, ഒരു നരകമാക്കല്ലേ. യു ഡു വാട്ട് എവർ യു ക്യാൻ and take it easy. കോഴ്സ് ചെയ്യണോ മെല്ലെ ചെയ്യുക, കോഴ്സ് ചെയ്യുക, ട്രൈ യുവർ ബെസ്റ്റ്. പക്ഷെ അതൊരു കോമ്പറ്റേറ്റീവായിട്ട് ഉപയോഗിച്ച് നമ്മളെ തന്നെ പോയ്സൺ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് സംതിങ് വിച്ച് ഇസ് ദ ട്രെൻഡ്. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പിടിച്ച് വലിച്ച്, ബട്ട് ലെറ്റ് us നോട്ട് സാക്രിഫൈസ് ടു മച്ച്. ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എല്ലാം ആസ്വദിക്കണം. കുടുംബവും മക്കളും ഭർത്താവും നമ്മുടെ ജോലിയും നമ്മുടെ പഠിത്തവും എല്ലാം വേണം. ബിക്കോസ് എവറി ഡേ കൗണ്ട്സ് അല്ലേ. അപ്പോൾ മുന്നോട്ട് പോയിട്ട് പുറകോട്ട് നോക്കുമ്പോൾ ദൈവമേ ഞാൻ അത് നഷ്ടമായെന്ന് പറയരുത്. ഇപ്പോഴത്തന്നെ ഞാനും ചിലപ്പോൾ ചിന്തിക്കുന്നത് എനിക്ക് നഷ്ടമായി പോയല്ലോ. ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ പിള്ളേർക്ക് ഇച്ചിരി കൂടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ പ്ലീസ് ഡോണ്ട് റിഗ്രറ്റ്. ഇഫ് യു ഹാവ് എ നൈസ് ഫാമിലി, if you have nice children, spend time with them, and enjoy every day. എന്തെങ്കിലുമൊക്കെ just enjoy it. ഈ സ്ട്രെസ് അടിച്ചിട്ട് പോകണ്ട. പക്ഷേ if you have that possibility, do it. നല്ല സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ട്, എല്ലാം ഓക്കെയാണ്, പിള്ളേർ വളർന്നു, there's no response, do it. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നി. ടെക്നോളജി, ഇപ്പം നമ്മൾ ഈ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാം എനിക്കില്ല, എങ്ങനെ വർക്കാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വി ആർ സ്പെൻഡിങ് ലോട്ട് ഓഫ് ടൈം ബിഹൈൻഡ് ദാറ്റ്. ഇത് കണ്ടിട്ട് ചില സ്ത്രീകൾ പറയും അവർ നല്ല ഫോട്ടോസ് ഇടുന്ന കണ്ടോ എനിക്ക്. അപ്പോൾ ആ ഒരു കമ്പാരിസണും ആ ഒരു കോമ്പറ്റീഷൻസും ഒക്കെ ഉണ്ടാവും. ചിലർ ഐ ലൈക്ക് യു എന്ന് ഇവിടെ എഴുതും, അവിടെ എഴുതില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും. അത് നമുക്ക് എന്തൊരു ടെൻഷനാണ് ഇത്. അല്ലാതെ ടെൻഷനുണ്ട്, ഇത് ഭയങ്കര ടെൻഷനാണ്. ഇത് ഞാൻ പറയുന്നത് ഒത്തിരി ആൾക്കാരുടെ ഇപ്പം ചിലരൊക്കെ എന്താ പറയുക ഷാർപ്പ് ആരോ ഇടുന്നത് ഫേസ്ബുക്ക് വഴിയാണ്.
ഓക്കെ, അപ്പോൾ ഇതൊരു വലിയ വിഷയമാണ്. നമ്മുടെ വ്യക്തിത്വത്തിന് തന്നെ മാറ്റം ഉണ്ടാകും. ദാറ്റ് ഈസ് നോട്ട് എ പ്ലേസ്. ഞാൻ ആരുടെ ഇതല്ല, ഞാൻ ഐ കം അക്രോസ് പീപ്പിൾ ഹു ആർ സഫറിങ് വിത്ത് ദിസ് പ്രോബ്ലം, യുനോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒന്ന് യു ജസ്റ്റ് ഹാവ് ടു ഇവാലുവേറ്റ്. ഓഫ് കോഴ്സ് യു നീഡ് ദറ്റ്, ബിക്കോസ് ഈ ടെക്നോളജി നമുക്ക് പറ്റത്തില്ല. ഇപ്പം തന്നെ അറിയാലോ, വി ആർ യൂസിങ് ഇറ്റ്. പക്ഷേ ടു മച്ച് ഓഫ് ദാറ്റ് can distract you, and sometimes it can poison you, and sometimes it can create an envy in you, and sometimes you try to compare that in your own house, and that can create sort of അതാ അവര് പിന്നെ നല്ല പിക്ചേഴ്സ് എടുത്തുള്ളൂ, മറ്റു പിക്ചേഴ്സ് ആരും പറയില്ല. നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളും നമ്മൾ ആരുടെതും പറയില്ല. സോ ഡോണ്ട് ഓൾവേസ് തിങ്ക് ദേ ആർ ഓൾവേസ് അവരുടെ വീട്ടിൽ ഭയങ്കര ദേ ആർ ലിവിങ് ഓൺ ബെഡ് ഓഫ് റോസസ് എന്ന് വിചാരിക്കരുത്. There are two sides in every family, and if at all, if they don't say that, you are being deceived. അപ്പോൾ ടെക്നോളജിയുടെ കാര്യം അത് ഈവൻ പ്രത്യേകിച്ച് പിള്ളേർക്കും ഒക്കെ ആണെങ്കിലും, ഐ മീൻ ദിസ് ഇസ് അനദർ കേഴ്സ് ഓഫ് മോഡേണൈസേഷൻ. ബട്ട് ഓഫ് കോഴ്സ് അതുകൊണ്ട് എന്താ സംഭവിക്കണം വെച്ചാൽ നമ്മൾ ഭയങ്കര വിഡ്രോൺ ആവുക. നമ്മളിപ്പോൾ ഈ ടെക്നോളജി മതി, നമ്മൾ ആൾക്കാരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനോ അവരെ ഒന്ന് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനോ ഒരു ഹഗ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ. അപ്പോൾ ലോക്ക്ഡൌൺ ഓഫ് സ്റ്റാർട്ട് ക്വൈറ്റ് എ ലോട്ട് ഓഫ് തിങ്, ബട്ട് ദോസ് തിങ്സ് ആർ സോ ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ മൈൻഡ്. ഇപ്പം ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ വരുന്ന റെഫറൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കാരണം എൽഡർലി പീപ്പിൾ, അവർക്ക് ആരുമില്ല, പക്ഷെ സംസാരിച്ച് വരുമ്പോൾ അവർക്ക് ഡിമെൻഷ്യ ഇല്ല. അതാണ് സങ്കടം. നമ്മൾ റെഫറലിൽ നിന്ന് നമ്മൾ സംസാരിച്ച് അവരെ മനസ്സിലാക്കി ഇന്നലെ എന്താ കഴിച്ചേ, മിഞ്ഞാന്ന് എന്താ കഴിച്ചേ, അവരുടെ റുട്ടീനൊക്കെ അവർക്ക് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ GP എഴുതിയൊക്കെ അവർക്ക് മെമ്മറി പ്രോബ്ലം. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു വിഷയമില്ല അവർക്ക്. അവരുടെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സോഷ്യലൈസേഷൻ ഇല്ല. എല്ലാവരും അനുഭവിച്ചു, നമുക്ക് സോഷ്യലൈസേഷൻ ഇല്ല. സോഷ്യലൈസേഷൻ ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു ഇന്ററാക്ട് വിത്ത് പീപ്പിൾ, യു ഹാവ് ടു എക്സ്ചേഞ്ച് ഒപ്പീനിയൻസ്, യു ഹാവ് ടു എക്സ്ചേഞ്ച് ഐഡിയാസ്, യു ഹാവ് ടു കീപ് ഹെൽപ്പിംഗ് അതേഴ്സ്, യു ഹാവ് ടു ഹെൽപ്പ് യുവർ സെൽഫ്, യു ഹാവ് ടു ലവ് യുവർ സെൽഫ്, യു ഹാവ് ടു ലവ് അതേഴ്സ്. ഇതെല്ലാം ഒരു നല്ല കോമ്പണൻ്റ് ആണ്. ഇനി ഫൈനാൻഷ്യൽ റിസ്ക്. ഈ രാജ്യത്ത് നമ്മളിപ്പം നമുക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ഫൈനാൻഷ്യൽ ബേർഡൻസ് ഉണ്ട്. അപ്പം ഇതൊരു സ്ട്രെസ് തന്നെയാണ്. നമുക്ക് പലപ്പോഴും മോർഗേജായി പിന്നെ പൈസ കിട്ടുന്നു എന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, പല ലോണും എടുത്ത് പിന്നെ അവിടെ നിന്ന് ക്രെഡിറ്റ് കാർഡും പിന്നെ എല്ലാം വലിഞ്ഞ് അങ്ങ് ടൈറ്റായിട്ട് നിൽക്കും. അന്നേരം കണ്ണും വെള്ളം വെച്ചുകൊണ്ട് നമ്മൾ നിൽക്കും. സോ ദർ ഇസ് എ ഫൈനാൻഷ്യൽ സ്ട്രെയിൻ ആൻഡ് റിസ്ക് ടേക്കിംഗ് ബിഹേവിയേഴ്സ് അമംഗ് മൈഗ്രൻസ്. അപ്പോൾ അത് ഒരു ഫാക്ടറാണ്, വരണമെന്നൊന്നുമില്ല. ചിലർക്ക് നല്ല ഭംഗിയായിട്ട് എന്താ പറയുക ഫൈനാൻഷ്യൽ റിസ്ക് ഫാക്ടേഴ്സൊക്കെ അവർ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ പേഷ്യൻസിൽ കാണുന്നുണ്ട് ചിലവരൊക്കെ ഫൈനാൻഷ്യൽ റിസ്ക് ആയിട്ട് ഒത്തിരി ഡിപ്രഷനിലൂടെ പോകുന്നവർ. പക്ഷേ ഈ രാജ്യത്ത് ദർ ആർ സിസ്റ്റംസ് ടു ഹെൽപ്പ് ദം ഫൈനാൻഷ്യലി. ക്രിസ്ത്യൻസ് അഗെയിൻസ്റ്റ് പോവർട്ടി, ഡെപ്റ്റ് മാനേജ്മെന്റ്, അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഈ രാജ്യത്ത് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ സിറ്റുവേഷനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്. വി ഹാവ് ടു ബി അവെയർ ഓഫ് ദറ്റ് ആൻഡ് സപ്പോർട്ട് ദം ത്രൂ ദാറ്റ്. ലിവിങ് ഇൻ ലോസ്. നമ്മൾ ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ശരീരം മാത്രമേ എവിടെയുള്ളൂ, നമ്മുടെ മനസ്സ് എപ്പോഴും നാട്ടിലാണ്, അല്ലേ? സോ വി ആർ പ്രസന്റ് ഹിയർ. പക്ഷെ നമ്മുടെ മനസ്സ് എപ്പോഴും നമ്മുടെ പേരൻസ്, നമ്മുടെ സിബ്ലിങ്സ്, ആ ഒരു ചിന്തയിലാണ് ജീവിക്കുന്നത്. നമ്മളൊരു ബൊമ്മ പോലെ, ഒരു പപ്പറ്റ് പോലെ ഇങ്ങനെ ജീവിക്കുക. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും ആ ചിന്ത തന്നെ എന്താ പറയുക, ഡിപ്രസിങ് തോട്ട്സ് ആണ് നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്നത്, അല്ലേ? ഐ എം ഷുവർ എവ്രി വൺ വിൽ അഗ്രി വിത്ത് ദറ്റ്. അപ്പോൾ ഇത് തന്നെ നമ്മൾ കൂടുതൽ ആലോചിച്ച് ആ ഒരു നെഗറ്റീവ് തോട്ട്സും ആ ഒരു സങ്കടവും ആ ഒരു ദുഃഖവും അത് നമ്മുടെ പിന്നെ മനസ്സ്, ഞാൻ പറഞ്ഞല്ലോ മിക്കവരുടെയും തന്നെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഉറപ്പിക്കണം നമ്മുടെ മനസ്സ് എവിടെയാണ് വെക്കേണ്ടതെന്ന്. ബട്ട് ഓഫ് കോഴ്സ് യു ഹാവ് ടു ബി ദെയർ. എന്താ പറയുക, അതൊരു വലിയൊരു കോൺഫ്ലിക്റ്റ് തന്നെയാണ്. ഇറ്റ് ഈസ് നോട്ട് വൺ പേഴ്സൺസ് പ്രോബ്ലം, ഇറ്റ് ഈസ് മോസ്റ്റ് ഓഫ് ദ മൈഗ്രൻസിൻ്റെ പ്രോബ്ലം തന്നെയാണ്. ആൻഡ് വി ഹാവ് ടു ബി അവെയർ ഓഫ് ദറ്റ്, കം ടു ടേംസ് വിത്ത് ദറ്റ്, be practical in that, be supportive and try to help yourself as well. ഇനി വേറൊരു വലിയ വിഷയം എന്ന് വെച്ചാൽ, ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഈ ഡിമെൻഷ്യ ആയിട്ട് നമ്മൾ GPയുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന അവർക്ക് മനസ്സിലാവോ, അവർ പറയുന്നത് നമുക്ക് സൈക്കോളജി തന്നെ ഇപ്പം മനസ്സിന് വിഷമം തന്നെ ഉണ്ടായെന്ന് വിചാരിച്ചോ. നമ്മളിപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാരായിരിക്കും നമ്മളെ സൈക്കോതെറപ്പി ഒക്കെ തരാൻ പോകുന്നത്. അപ്പോൾ അവരുടെ സൈക്കോതെറപ്പി ഒക്കെ വായിച്ചപ്പോൾ ഞാൻ ഏതാണ്ട് നല്ല ഈ പണ്ടത്തെ പുസ്തകമൊക്കെ ഇംഗ്ലീഷ് പുസ്തകത്തിലെ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ വായിക്കുന്ന മാതിരി എനിക്ക് തോന്നി. അപ്പം നമ്മളിത് പറഞ്ഞു വരുമ്പം നമ്മൾ പറയില്ല, അതാണ് അതിൻ്റെ രസം. നമ്മൾ പറയില്ല, നമ്മളിതെല്ലാം മനസ്സിനകത്ത് ഒതുക്കും. അപ്പോൾ നമ്മുടെ ഡയഗ്നോസിസ് ഇപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ നടുവേദനയായിട്ടായിരിക്കും പോകുന്നത്, പക്ഷേ ആക്ച്വൽ പ്രോബ്ലം സ്ട്രെസ്സായിരിക്കും. because stress can impact your back pain.
ആൻഡ് ഗിവ് ബാക്ക് പെയിൻ. അതേപോലെ സൊമറ്റൈസേഷൻ, നമുക്ക് അവിടെ വേദന, മുട്ടുവേദന, തോളുവേദന, അല്ലെങ്കിൽ ആസ്മാറ്റിക് ഫീലിംഗ്, അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ്, പിന്നെ ഇങ്ങനെയുള്ളതെല്ലാം ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. മൈൻഡ്, മൈഗ്രെയിൻസ്, അങ്ങനെയുള്ള. അപ്പോൾ നമ്മൾ മൈഗ്രെയിനിന് വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ നമ്മുടെ അടുത്ത് ആത്മാർത്ഥമായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ആക്ച്വൽ പ്രോബ്ലം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ സിസ്റ്റത്തിൽ നമുക്ക് ആ ഒരു ഇതില്ല. പ്രത്യേകിച്ച് GPക്ക് ടൈമില്ല, ഇതിനോട് നമ്മളിട്ട് പറയൂല. ഇനിയിപ്പോൾ അഥവാ ഒരു മലയാളി ഡോക്ടറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ. അപ്പോൾ നമ്മുടെ ഡയഗ്നോസിസ്, ഏർലി ഡയഗ്നോസിസ് ഓഫ് ഡിപ്രഷൻ മിസ്ഡ് ആണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ഇൻഫോംഡ് ആയിട്ടിരിക്കുക. ഓക്കെ, ഞാൻ പണ്ട് പഠിപ്പിച്ച പോലെ എന്താ പറയുക, ഇമോഷണൽ റെസിലിയൻസിനെ കുറിച്ച് നിങ്ങളത് അവെയർ ആയിട്ടിരിക്കണം. ബേൺ ഔട്ട് അങ്ങനെയുള്ള കാര്യം. ഡിപ്രഷനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒത്തിരി സ്ട്രെസ്ഡ് ആകുമ്പോൾ നമ്മുടെ അമിഗ്ഡലെ ഓർത്തോണം. ഓക്കെ, ആൻഡ് ഹൗ ഇറ്റ് ഇമ്പാക്ട്സ് യുവർ impacts the hippocampus and the frontal lobe. ഓക്കെ, അപ്പോൾ ഇതൊരു ഫാക്ടർ തന്നെയാണ് മൈഗ്രെയിൻസിന്. ഇനി നമുക്കിതെങ്ങനെ മാനേജ് ചെയ്യാം? I know I'm running out of time, I'm really sorry. ഇനി നമുക്കിതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇപ്പം നൈസ് ഗൈഡ്ലൈൻസ് പറയുന്നത് മൈൽഡ് ടു മോഡറേറ്റിന് ടോക്കിംഗ് തെറാപ്പീസ് ആർ സഫിഷ്യൻറ്റ്. മോഡറേറ്റ് ടു സിവിയർ കോമ്പിനേഷൻ തെറപ്പി എന്ന് വെച്ചാൽ ടോക്കിംഗ് തെറാപ്പീസും മരുന്നും. സിവിയറിന് മരുന്ന് അത്യാവശ്യമാണ്, ECT വേണം ചില ഡിപ്രഷന്, അങ്ങനെയാണ് പറയുന്നത്. ഞാൻ ഇതേപോലെ തന്നെ പറയാം. ഇപ്പം നമുക്ക് എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുക, എനിക്ക് അരിശം വരുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്, അറിയാണ്ട് കണ്ണീന്ന് വെള്ളം വരുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ണീന്ന് വെള്ളം വരുന്നത് അത് വേറെ കാര്യം കേട്ടോ. ചിലർക്ക് കരയാൻ പറ്റത്തില്ല, വർഷങ്ങളായി കാണും കരഞ്ഞിട്ട്, എന്ത് കണ്ടാലും കരച്ചിലേ വരത്തില്ല. ബിക്കോസ് അവരുടെ ഈ പറഞ്ഞ 3 സെൻട്രൽ ഡിസ്റ്റർബൻസസ് വന്നേക്കുവാണ്. അപ്പം നമ്മളത് അവെയർ ആവുക, നമുക്ക് അത് അപ്പം നമ്മൾ അങ്ങനെയുള്ള സിംറ്റംസ്, വിശപ്പില്ല, അല്ലെങ്കിൽ നമ്മൾ ആ തുടക്കത്തിൽ തന്നെ നമ്മൾ അവെയറായിട്ട് ഇനി ഞാൻ എന്താ ചെയ്യുക, ഈ ഭയങ്കര നെഗറ്റീവാണ്. ഈ വ്യക്തികളെ നന്നായി നോക്കി അറിയാം, അവരുടെ വായെടുത്ത നെഗറ്റീവേ വരത്തുള്ളൂ. ഐ വിൽ നോട്ട്, ഐ കാൺട്ട്, ഐ വിൽ നോട്ട്, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ പറയും. വളരെ ക്ലോസ്ലി വാച്ച് ചെയ്തറിയാം അവര് വളരെ നെഗറ്റീവ് ആയിരിക്കും അവരുടെ തോട്ട്സ്. അതേപോലെ തന്നെ അവരുടെ സ്പീച്ചും നെഗറ്റീവ് ആയിരിക്കും. അപ്പം നമ്മളത് അവെയർ ആയിരിക്കും. ദൈവമേ, ഞാൻ ഇതുപോലെ അല്ലായിരുന്നില്ല, ഐ വാസ് സോ പോസിറ്റീവ്, നൗ ഐ ആം ട്രൈങ് ടു ബി വെരി നെഗറ്റീവ്. ഐ ഹാവ് ടു സേ പോസിറ്റീവ് വേർഡ്സ് ഇൻ മൈ ലൈഫ്. വെൻ ഐ ഗെറ്റ് അപ്പ് ഇൻ എവറി ഡേ ഐ ഹാവ് ടു സേ പോസിറ്റീവ് വേർഡ്സ്. say 5 positive things about you. ഓക്കെ, അപ്പോൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ലൈഫ് സ്റ്റൈൽ തന്നെ മോഡിഫൈ. ഇപ്പോൾ ഒബേസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വി ക്യാൻ എക്സ്ക്യൂസ്, ഇൻക്ലൂഡിങ് മീ, ഐ എം എക്സ്ക്യൂസിങ്. അല്ലാത്ത പക്ഷം ട്രൈ ടു ടേക്ക് സംതിങ് ടു കീപ് യു ഫിറ്റ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം. ഒബേസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റണം. ബിക്കോസ് ദാറ്റ് ക്യാൻ ഡിക്രീസ് ദ ബ്ലഡ് ഫ്ലോ ടു ദ ബ്രെയിൻ, ദാറ്റ് ക്യാൻ ബ്രിങ് ചേഞ്ചസ് ഇൻ ഇൻഫ്ലമേറ്ററി പ്രോട്ടീൻസ് ആൻഡ് ദാറ്റ് ക്യാൻ അഫക്റ്റ് യുവർ സ്ട്രക്ചർ ഓഫ് ദ ബ്രെയിൻ ടുഗെദർ. അതിൻ്റെ കൂടെ തിങ്കിങ്ങിനും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളുണ്ടാകാം. ഓക്കെ, സോ വി ഹാവ് ടു ചേഞ്ച് അവർ ലൈഫ് സ്റ്റൈൽ. നല്ല ന്യൂട്രിഷൻ, നല്ല സ്ലീപ്പ്. I'm sure many of you, when you have gone through stresses, sometimes you can't sleep. But I tell you what, when sleep affects, that is the first sign. When sleep affects, definitely your stress hormone raises, and that's when you get into the next stage. Okay, അപ്പം നമ്മുടെ ഉറക്കം നല്ലതായിട്ട് മിനിമം അറ്റ്ലീസ്റ്റ് ഒരു 7 hours എങ്കിലും ഉറങ്ങണം നമ്മൾ. അതേപോലെ തന്നെ ടോക്കിംഗ് തെറപ്പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഓർക്കുവാണേ, ഈ ടോക്കിംഗ് തെറപ്പീസ് എന്നാണ് ഈ രാജ്യത്ത് പറയുന്നത്. ടോക്കിംഗ് തെറപ്പീസ് ഒന്നുമില്ല, നമ്മൾ ഒരാളെ പറയുന്നത് ഇങ്ങോട്ട് കേട്ടോണ്ടിരിക്കുക, അവരിങ്ങനെ പറയും, നമ്മൾ കേട്ടോണ്ടിരിക്കുക. അതാണ് ടോക്കിംഗ് തെറപ്പീസ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ അവരെ കയറി എന്നാലും നീ അതെന്തിനാ ചെയ്തതെന്ന് ചോദിക്കരുത്. ഒത്തിരി സംസാരിക്കാൻ വിടുക. ഓക്കെ, ആൻഡ് വെൻ ദേ ടോക്ക് ദേ ഫീൽ ബെറ്റർ. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് വി ലൈക്ക് ടോക്കിംഗ്, so men of course they also like to talk, but we are so different. അപ്പോൾ ടോക്കിംഗ് തെറപ്പീസ് നമ്മളിപ്പോൾ ആരെങ്കിലും അങ്ങനെ പോകുമ്പോൾ ഓപ്പൺ അപ്പ് യുവർ ഹാർട്ട് വിത്ത് സംബഡി, take a cathartic effect. And if you're a person who feel that എനിക്ക് ആരും കൂട്ടില്ല, എനിക്ക് ആരുടെ അടുത്തും പറയാൻ എൻ്റെ കാര്യം അങ്ങനെ, close the door and do a catharsis. Even an open prayer to God, how we feel about yourself. Even in the Bible, when David was so sad, Sankirtanakku vaaichu kazhinja ariyam, when David was so sad, he poured out his heart. He opened up his heart. Endha njan ingane, endha ende manassu ingane, why at all my mind is low. Mind you steady up, okay? മനസ്സിനെ ഉണർത്തുന്ന കാര്യങ്ങൾ. സോ കഥാർസിസ് എന്ന് പറഞ്ഞാൽ you pour out your heart, you ventilate yourself. So if you don't find somebody, close your door and do a good catharsis. Okay, now
എക്സസൈസിന്റെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു തരാം. എക്സസൈസ്, വാട്ട് ഹാപ്പൻസ് ഇസ് വെൻ യു ഡു എക്സസൈസ്, ചെറിയ സമയത്തേക്കല്ല, മിനിമം അറ്റ്ലീസ്റ്റ് 45 minutes, ജസ്റ്റ് ഫോർ ഗോയിങ് ഫോർ എ വാക്ക് ഓർ വാട്ട്, ഇറ്റ് വിൽ റിലീസ് എൻഡോർഫിൻസ്. തുടക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷേ നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരേക്ക് കൂട്ടിക്കൊണ്ട് നമ്മൾ നടക്കാൻ പോകാനോ ഒരു സ്വിമ്മിങ്ങിന് പോകാനോ സം സോർട്ട് ഓഫ് ആക്ടിവിറ്റീസ്, സൈക്ലിങ്ങോ ബൈക്ക് വാട്ട് എവർ. പക്ഷേ എക്സസൈസ് ഇസ് ഡെഫിനിറ്റ്. അത് ചിലപ്പോൾ ഒരു 6 ആഴ്ചക്കകത്ത് ഡിഫറൻസ് കാണില്ല, ഒരു 10 weeks യു വിൽ ഡെഫിനറ്റ്ലി സീ യുവർ എന്താ പറയുക യുവർ വെൽ ബീയിങ് ഹോർമോൺ എന്ന് പറയുന്നത്, യു ഫീൽ ഗുഡ് ഹോർമോൺസ് റൈസസ്. ഓക്കെ, സോ ദാറ്റ് ഇസ് സോ ഗുഡ്. ലോക്ക്ഡൗൺ ഇസ് എക്സ്ക്യൂസ്, ഇൻക്ലൂഡിംഗ് me, it's excuse, but we are going to do that to keep our stress level to a standard. Exercise is so important, and you'll feel. Meditation എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുന്നല്ലോ, ന്യൂറോജെനസിസ്. വി ഹാവ് ദ ഗ്രേറ്റ് അഡ്വാൻറ്റേജ് ഓഫ് ന്യൂറോജെനസിസ്. ഓക്കെ, അത് ഇറ്റ് ഇസ് നോട്ട് ഫോർ സം ടൈം, ഇറ്റ് ഇസ് ഫോർ എ ലോങ് ടൈം. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ന്യൂറോജെനസിസിനെ ഹെൽപ്പ് ചെയ്യും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ നടന്നുപോയ നഷ്ടവും പിന്നെ കൊടുക്കാനുള്ളവരുടെ കാശും തിരിച്ചു കൊടുക്കും, ക്രെഡിറ്റ് കാർഡ്, അതല്ല. Keep every thought away. Okay, and then concentrate on the goodness. Okay, and concentrate on something that will make your negative energy to go and fill you with positive energies. Think about that life-giving words. Okay, and then think about that positive statements and come out with words by saying, I can do all things, and then he is with me, who can be against me? Okay, so that sort of positive thoughts, positive meditation can energize you. ഓക്കെ, ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവായിട്ടുള്ളതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ടേക്ക് യുവർ സംടൈംസ് യു ഹാവ് ടു സെൻഡ് യുവർ ചിൽഡ്രൻ ടു ബെഡ്, and then take some time to meditate on your own. Okay, spend alone time, എന്താ പറയുക, time alone. Okay, and enjoy that time. Okay, അത് ഇപ്പോൾ TV ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തൊരു സൗണ്ട് ഇഫക്റ്റാ അല്ലേ? ഇറ്റ് ഈസ് സച്ച് എ സൗണ്ട് ഇഫക്റ്റ്. ഇപ്പോഴത്തെ ഒരു എന്തെടുത്താലും ഇറ്റ് ജസ്റ്റ് പിയേഴ്സ്. ഒരു ഡിപ്രസ് പേഴ്സണിന് പറ്റാത്ത ഒരു കാര്യമാണ്. ഓക്കെ, സോ അതിട്ട് വീണ്ടും ന്യൂറോജെനസിസിനെ ഡിസ്റ്റർബ് ചെയ്യാതെ സിറ്റ് ഡൗൺ, റിലാക്സ് യുവർ സെൽഫ്, put everyone, do all your work, make it nice and comfortable, and then sit down and do a good meditation. So what happens when you meditate? It breaks the connection between the amygdala and your prefrontal cortex. Okay, അപ്പോൾ അതിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഐ എം ഷുവർ യു ക്യാൻ എക്സ്പെരിമെൻറ്റ് യുവർ സെൽഫ്. I have experimented how these exercises, how this meditation will refine your thinking, will refine your memory. Laughing, അതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ട. Laughing is like a tonic. Laughing is like a merry heart. Do good to your heart. Okay, അപ്പോൾ ഞാൻ പിന്നെ അഡ്വൈസ് ചെയ്യും, ഇഫ് ദർ ഇസ് സം കോമഡി, എന്താ പറയുക, ഗാഗ്സ്, ഇപ്പോൾ ഇവിടുത്തെ ഇംഗ്ലീഷ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ, തമാശ, ഭയങ്കര ചിരിക്കാനായിട്ട് എന്തെങ്കിലും കോമഡി ഷോ ഉണ്ടെങ്കിലോ അങ്ങനെയുള്ളതൊക്കെ സ്പെൻഡ് ചെയ്യുക. അല്ലാതെ ചുമ്മാ അടിയും ബഹളവും ന്യൂസും അതല്ല. വാച്ച് സംതിങ് വെർ വിച്ച് യു ക്യാൻ ലാഫ്. ഓക്കെ, വർഷങ്ങളായിട്ട് ചിരിക്കാത്തവരുണ്ടെങ്കിൽ വാച്ച് സംതിങ് ദറ്റ് യു ക്യാൻ ലാഫ്. ഒരു തെറ്റുമില്ല. ജസ്റ്റ് ലാഫിങ് ഇസ് സോ ഗുഡ്. ഇത് വാച്ച് ചെയ്യാൻ പറ്റില്ല, ചിലർക്കൊക്കെ ഭയങ്കര ഹ്യൂമർ ഉള്ളവരുണ്ട്, അവരായിട്ട് കണക്ട് ചെയ്യുക. ഫ്രണ്ട്സ്, പഴയ സ്കൂൾ മേറ്റ്സോ കോളേജ് മേറ്റ്സ്, ആൻഡ് യു ക്യാൻ ഹാവ് എ ഹ്യൂമർ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ എൻഡോർഫിൻസ് വിൽ ബി റിലീസ്ഡ്. ഓക്കെ, ആൻഡ് യുവർ ബ്രെയിൻ വിൽ ബി സോ ഹാപ്പി. നമ്മുടെ ഇറിറ്റബിലിറ്റിയും എന്താ പറയുക, ഒരു ഉഷാട്ട സ്വഭാവമൊക്കെ മാറും. ഓക്കെ, ലൈക്ക് യു ട്രൈ ടു ലാഫ്. മ്യൂസിക്, നല്ല പാട്ടൊക്കെ കേൾക്കുക, റിലാക്സ് ചെയ്യുക. ഓക്കെ, ലിസൺ ടു ദാറ്റ്, ടേക്ക് യു ടൈം. ഇപ്പം ചില ഒരു വാക്കുണ്ടല്ലോ, ലവ് അതേഴ്സ് ലൈക്ക് യു ലവ് യുവർ സെൽഫ്, അല്ലേ? മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ പറ്റണം. നമുക്ക് ഇല്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ നേരമില്ല, നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ അറിയത്തുമില്ല. സോ നമ്മളെ സ്നേഹിക്കാൻ അറിയാത്ത ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും പാടാം. ഓക്കെ, സോ ലവ് യുവർ സെൽഫ്, ടേക്ക് ടൈം ടു യുവർ സെൽഫ്. ഐ നോ അത് പറയാൻ എളുപ്പമായിട്ട്, ഈസിലി സെഡ് ദെൻ ഡൺ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഏർലി സ്റ്റേജിൽ നമുക്കത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഇഫ് യു ഹാവ് ഗുഡ് ഫ്രണ്ട്സ്, കണക്ട് വിത്ത് ദെം. ആരോമ തെറപ്പി, ഇറ്റ് ഇസ് സൗണ്ട് ബി എഫക്റ്റീവ്. നമ്മുടെ ഒരു ട്രാങ്ക്വിലിറ്റി അച്ചീവ് ചെയ്യണം. നമുക്ക് 5 senses ഉണ്ട്, കണ്ണ്, കാത്, മൂക്ക്. അപ്പം ഈ ഒരു ട്രാങ്ക്വിലിറ്റിക്ക് കൊണ്ടുവരും ആരോമ തെറപ്പി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ചില ആസ്പെക്റ്റൊക്കെ ശരിയാണ്.
എന്താ പറയുക, ഒരു ആരോമാറ്റിക് അറ്റ്മോസ്ഫിയർ അതിനകത്തൊക്കെ കാര്യമുണ്ട്. ലൈക്ക് ഇപ്പോൾ കുന്തിരിക്കാണെങ്കിലും അല്ലെങ്കിൽ സാമ്പ്രാണിയാണെങ്കിലും അല്ലെങ്കിൽ സം സോർട്ട് ഓഫ് ആരോമ ഡെഫിനറ്റ്ലി സ്റ്റിമുലേറ്റ്സ് അവർ സെൻസസ്. അപ്പം ആ ഒരു ആരോമ തെറാപ്പി ഒത്തിരി പ്രൂവ് ചെയ്തിട്ടുണ്ട് ഹൗ ഇറ്റ് ക്യാൻ ബി ഇഫക്റ്റീവ്. അപ്പോൾ ഒന്നും വേണ്ട, നമ്മളൊരു നല്ല പെർഫ്യൂം ഒക്കെ ഇട്ട് യു ഫീൽ ഗുഡ് അല്ലേ. സോ ദാറ്റ് ലൈക്ക് വൈസ് ഇറ്റ് ഗെറ്റ്സ് സ്റ്റിമുലേറ്റഡ്. പക്ഷെ ഞാൻ പറയുന്നത് ഒരു കാര്യമല്ല, ഞാൻ പറയുന്നത് പല കോമ്പണൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാ സൂട്ടാവെന്ന് വെച്ചാൽ അതെടുക്കാം. ഇനി ഓക്സിറ്റോസിൻ ബോണ്ട് എന്ന് വെച്ചാൽ ഇതൊരു ബോണ്ട് ഹോർമോൺ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഈ ഹോർമോണ് ഇപ്പം ഒരു സ്റ്റഡി വാസ് കണ്ടക്റ്റഡ് വെയർ ബിറ്റ്വീൻ mammals and the bonding actually released oxytocin. Okay, so sometimes the skin touch releases oxytocin. So likewise, human beings are created in such a way that we love bonding. With your children, you like to cuddle them, spend time with them. So that will release certain hormones which are like love hormones. They are very useful in depressions. പിന്നെ ഒത്തിരി കാര്യങ്ങൾ പറയണം എന്നോർത്തു. എനിവേ, ഇനി പറയാൻ വരുന്നത് നമ്മുടെ സംസാരം. പല കുടുംബത്തിലും ഞാൻ കമ്മിങ് അക്രോസ് ഡിഫറെൻറ്റ് പീപ്പിൾ ഫ്രം ഇവിടുത്തെ കാര്യമല്ല, പല നാട്ടിലെ കാര്യമൊക്കെ. സോ വെച്ചാൽ നമ്മുടെ സംസാരം ഒരു പ്രശ്നമാണ്. ഈ ഡിപ്രസ്ഡ് ആകുമ്പോൾ പിന്നെ പറയും വേണ്ട. ഈ സംസാരം എന്ന് പറയുന്നത്, ഇഫ് യു ഹവ് ഹേർഡ് ഓഫ് ട്രാൻസാക്ഷണൽ അനാലിസിസ്, ഈ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പലരും കേട്ട് കാണും, ഐ ഹോപ്പ്. ഇത് ഒരു ഇന്റർപേഴ്സണൽ തെറപ്പി. ഇപ്പം GP പോയി കഴിഞ്ഞാൽ ടോക്കിംഗ് തെറപ്പി, ഡ്രഗ് തെറപ്പി, പിന്നെ ഇന്റർപേഴ്സണൽ തെറപ്പി, റിലേഷൻഷിപ്പ് തെറപ്പി. റിലേഷൻഷിപ്പ് ഇപ്പോൾ ഡിവേഴ്സോ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്ക് റിലേഷൻഷിപ്പ് തെറപ്പി. ഇവിടെ ഒത്തിരി സർവീസസ് ഉണ്ട്. ഇന്റർപേഴ്സണൽ തെറപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കൊണ്ടാണ് കുറേ പ്രശ്നം ഉണ്ടാകുന്നത്. ഒന്ന് നമ്മുടെ ലാംഗ്വേജ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലായില്ല, മറ്റുള്ളവർ നമുക്ക് മനസ്സിലായില്ല. ഒന്ന്. നമ്പർ 2 എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചത് നമുക്ക് പക്ഷേ പുറത്ത് വരുമ്പം ഹേർട്ടിംഗ് ആയിട്ട് വരിക. ഒരുപക്ഷെ മേ ബി ആ വ്യക്തിയോടുള്ളത് എന്തെങ്കിലും ഒരു വിഷമം കൊണ്ടായിരിക്കാം, ഡിപ്രസ്ഡ് ആയിരിക്കും, പ്രത്യേകിച്ച് ഒരു ഇറിറ്റബിൾ ടോക്ക് ഉണ്ടാകാം. ഓക്കെ, അപ്പം നമുക്കത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് 3 സ്റ്റേറ്റിലാണ് നമ്മളെപ്പോഴും, 3 സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് നമ്മളെപ്പോഴും സംസാരിക്കുന്നത്. ഒരു പാരന്റ് ഈഗോ, അല്ലെങ്കിൽ അഡൽട്ട് ഈഗോ, അല്ലെങ്കിൽ ചൈൽഡ് ഈഗോ. ഇപ്പോൾ ഒരു പാരന്റ് ഈഗോ എന്ന് പറയുമ്പോൾ, പാരന്റ് ഈഗോ ഈസ് ലൈക്ക് സെറ്റ് ഓഫ് വാല്യൂസ്. നമ്മളിങ്ങനെ ആയിരിക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ നീ നേരത്തെ ബെഡിൽ പോകണം, നാളെ സ്കൂളുണ്ട്. അപ്പോൾ ആ ഒരു പാരന്റൽ ഈഗോയിൽ നമ്മൾ സംസാരിക്കാം. ഇനി അഡൽട്ട് ഈഗോയിൽ സംസാരിക്കാം. അഡൽട്ട് ഈഗോ എന്ന് പറഞ്ഞാൽ അത് നടക്കുമോ, പ്രാക്ടിക്കലാണോ, ലോജിക്കാണോ, മിക്ക ആണെങ്കിലും അങ്ങനെ സംസാരിക്കുക. അത് അഡൽട്ട് ഈഗോ. ഇനി ചൈൽഡ് ഈഗോ, ഭയങ്കര ഇമോഷനാണ്. എപ്പം നമ്മൾ ചിരിച്ചു പറയും, അല്ലെങ്കിൽ കരഞ്ഞു പറയും, ഇമോഷനിലൂടെ നമ്മൾ സംസാരിക്കും. എനിക്ക് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ചൈൽഡിൻ്റെ ടാൻട്രം. അപ്പം ഇങ്ങനെ 3 ഈഗോ സ്റ്റേറ്റിലാണ് നമ്മൾ മിണ്ടുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫ്ലോ ചെയ്യണം. ഇപ്പം നമ്മൾ ചിലപ്പോൾ സംസാരിച്ച് വരുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യും. ഇപ്പം ഒരു കാര്യം ചോദിക്കുമ്പോൾ അതെനിക്കറിയത്തില്ല എന്ന് ചോദിക്കുമ്പം പിന്നെ മറ്റേ ആൾക്ക് പിന്നെ പറയാനൊന്നുമില്ല. അപ്പോൾ അവിടെ ബ്ലോക്കായി. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യാൻ അനുവദിക്കണം. അപ്പം നമ്മളത് അവെയർ ആയിരിക്കണം. എൻ്റെ വാക്ക് മുറിപ്പെടുത്തുന്നുണ്ട്. ദ വേ ഐ ടോക്ക് ഈസ് നോട്ട്. സോ ബി അവെയർ ഓഫ് ഹൗ യു ടോക്ക്. ഏത് മോഡ്, എപ്പോഴും ഒരു അഡൽട്ട് മോഡിൽ നമുക്ക് സംസാരിക്കാൻ പാടില്ല. ചിലപ്പോൾ ഒരു ചൈൽഡ് മോഡിൽ നമുക്കൊരു കുട്ടി തമാശയോ ഒരു കുട്ടിത്തൊക്കെ നമുക്ക് നല്ലതാണ്. പക്ഷേ എപ്പോഴും ആ മോഡ് പാടില്ല. ചിലപ്പോൾ നമ്മൾ അഡൽട്ട് മോഡിൽ സംസാരിക്കണം, ചിലപ്പോൾ നമ്മൾ പാരന്റ് മോഡിൽ സംസാരിക്കണം. പക്ഷേ വാട്ട് എവർ ഇറ്റ് ഈസ്, വെൻ എ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യണം. അത് നമ്മൾക്ക് എന്താ പറയുക, ഇറ്റ് ഷുഡ് നോട്ട് ക്രോസ്, ഇറ്റ് ഷുഡ് ബി ഫ്ലോവിങ്, ഇറ്റ് ഷുഡ് ബി കോംപ്ലിമെൻ്ററി. ഓക്കെ, അപ്പോൾ അതാണ് ഇന്റർപേഴ്സണൽ തിയറിയുടെ ക്രക്സ്. ഈ 3 ഈഗോ സ്റ്റേറ്റിൻ്റെ എക്സ്ചേഞ്ചിൽ ഒരിക്കലും ബ്ലോക്ക് വരാൻ പാടില്ല. അപ്പം നമ്മളത് അവെയർ ആയിരിക്കണം. ഓക്കെ, ഓഫ് വാട്ട് ഈഗോ സ്റ്റേറ്റ് യു ആർ ടേക്കിംഗ്. പിന്നെ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന തെറപ്പി ഉണ്ട്. ഒരു പ്രശ്നത്തിന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, വെൻ ദ ഫ്രോണ്ടൽ ലോബ് ഇസ് അഫക്റ്റഡ്, ദേ കനോട്ട് സോൾവ് പ്രോബ്ലം, ദേ കനോട്ട് മേക്ക് ഡിസിഷൻ, ദേ കനോട്ട് തിങ്ക്, ദേ കനോട്ട് കോൺസെൻട്രേറ്റ്, അറ്റൻഷൻ എല്ലാം ബ്ലോക്ക് ആവും. അപ്പോൾ അവർക്ക് ഒരു പ്രോബ്ലം സോൾവിംഗ് തെറപ്പി യൂസ്ഫുൾ ആയിരിക്കും. ഇമോഷണൽ റെഗുലേഷൻ ഞാൻ ഓൾറെഡി ടച്ച് ചെയ്തായിരുന്നു. സെൽഫ് ക്രിട്ടിക്കൽ, നമ്മളെ തന്നെ അങ്ങ് കണ്ടം ചെയ്യും. ഞാൻ കാരണം അന്നേയോ ഇങ്ങോട്ട് വരണം. സെൽഫ് ക്രിട്ടിക്കൽ, സെൽഫ് കണ്ടമിങ്,
അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യു സ്ട്രഗിൾ ടു ഫൊർഗീവ് യുവർ സെൽഫ്. ഇനി ഒരിക്കലും ഇത് ഞാൻ സഹിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ചിലർ പറയുന്നത്. ഇത് ഞാൻ ഈ ഭൂമിയിൽ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഇതിലൂടെ സഹിക്കേണ്ട ഒരു കാര്യമാണ്. ഈ രോഗം എനിക്ക് വന്നിരിക്കണം എന്നാണ് പറയുന്നത്. ബിക്കോസ് ഐ ഹാവ് ഡൺ ദിസ് ടു മൈ പേരൻസ് ആൻഡ് ദെയർഫോർ. സോ ലൈക്ക്വൈസ് forgiveness, you have to learn to release that person, whoever you hold on to, അത് നമുക്ക് ഒരു ഭയങ്കര ഒരു റിലീഫ് തരും. നെഗറ്റീവ് തോട്ട്സ് you have to change the negative thoughts into positive thoughts. ഇനി ഗ്രീഫിന് നമുക്കറിയാം 5 stages are there. anger, dabda, denial, anger, bargaining, ഡിപ്രഷൻ ആൻഡ് അക്സെപ്റ്റൻസ്. ഇതൊരു നോർമൽ പ്രോസസ്സാണ് ഏത് മരണത്തിലും. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് ഡിനയൽ ഉണ്ടാകും, അത് കഴിയുമ്പോൾ നമുക്ക് ദേഷ്യം വരും. എന്നാലും എൻ്റെ പാർട്ട്ണറിനെ ഇങ്ങനെ എടുത്തല്ലോ, നഷ്ടമായല്ലോ. യു ബി സോ ആംഗ്രി വിത്ത് ഗാഡ്. ഓക്കെ, ദിസ് ഇസ് എ നാച്ചുറൽ ഫീലിംഗ്. ദെൻ യു വിൽ ബാർഗെയിൻ. ഓക്കെ, അതിപ്പോൾ ഒരു അസുഖത്തിലൂടെ പോകുമ്പോഴാണ്. ഓക്കെ, ദെൻ യു സ്റ്റാർട്ട് ടു ബാർഗെയിൻ. I will do this if you could, അങ്ങനെ. Then you will go depressed, then you will accept. ഇതൊരു ലാസ്റ്റിൽ ഒരു acceptance phase ഉണ്ട്. Now sleep, I told you the importance of sleep. I told you about the healthy nutrition. നല്ലതായിട്ട് ഭക്ഷണം കഴിക്കണം, നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കണം, ലൈക്ക് ഗുഡ് ഫ്രണ്ട്സ്, സോഷ്യൽ കോണ്ടാക്ട്, ഹാപ്പിനെസ്. ഇപ്പൊ ചിലർ പറയും ഈ മനുഷ്യൻ്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം കിട്ടും. അങ്ങനെയല്ല. ഡോണ്ട് പുട്ട് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ഹാപ്പിനെസ് ഓൺ സംബഡി എൽസസ് ഷോൾഡർ. It is your responsibility to be happy. Of course, അതിനകത്തൊരു ഭാഗമുണ്ട്. That person has got some duty to make you happy. നമ്മുടെ parents should make you happy. Your siblings should make you happy. Children should make you happy. But above everything, you take that responsibility for you to be happy. No matter what, I'm going to be happy. I'm going to be responsible for my happiness. അല്ലാതെ മറ്റേ അവർ വന്ന് എന്നെ ഹാപ്പി ആക്കണം എന്ന് വിചാരിക്കരുത്. Change the mood. You be responsible for you to be happy. അതുപോലെ റിന്യൂവൽ ഓഫ് മൈൻഡ്. നീ നഷ്ടപ്പെട്ടതൊക്കെ കഴിഞ്ഞു. ദെൻ ലേൺ ടു റിന്യൂ യുവർ മൈൻഡ്സ്. ഓക്കെ, വി ഹാവ് ടു റിന്യൂ. സ്ഥിരതയുള്ള ഒരു മനസ്സ്, റിന്യൂവൽ ഉള്ള ഒരു മനസ്സ്. ദീസ് ആർ സോ ഇമ്പോർട്ടൻറ്റ്. ഈ പറഞ്ഞ പോലെ ആസ് എ മാൻ തിങ്സ് സോ ഹി ഈസ്. എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ turn it into positives, and that you can be hopeful, you can do all things, and you can conquer. ഇപ്പം ഞാൻ ഈ 100 വയസ്സ് കഴിയുന്ന രോഗികളുടെ അടുത്ത് ഞാൻ ഒരു ചോദ്യം ചോദിക്കും. വാട്ട് ഈസ് ദ സീക്രറ്റ് ഓഫ് ദ സക്സസ് ഓഫ് യുവർ ലൈഫ്? അപ്പോൾ 2 പേരുടെ ലൈഫ് ഹിസ്റ്ററി പറയും. 101 വയസ്സും 104 വയസ്സും. 104 ഈ ഇടയ്ക്ക് കണ്ടതാണ്, 101 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. അപ്പോൾ ദാറ്റ് ലേഡി, 101 വയസ്സുള്ള ആ അമ്മച്ചി ഒരു കെയർ ഹോമിലായിരുന്നു. എപ്പോഴും ചിരിക്കുക. എന്നുവെച്ചാൽ മറ്റു രീതിയിൽ ചിരിക്കുന്നില്ല, വെരി പ്ലസൻറ്റ്. ആ മുഖം കാണുമ്പോൾ തന്നെ നമുക്കും നമ്മുടെ ദുഃഖം മറക്കുന്ന പോലെ. ആൻഡ് ഷീ സെഡ്, ഐ ഡോണ്ട് ഹാവ് എനിമീസ്, ദാറ്റ്സ് ദ സീക്രറ്റ്. ഐ തോട്ട് ഇറ്റ്സ് എ ഗുഡ് ലെസൺ ടു ലേൺ. നമുക്ക് ആരുമായിട്ട് ശത്രുത പാടില്ല. നമ്മൾ ശത്രുത വയ്ക്കുമ്പോൾ നമ്മൾ തന്നെ എന്താ പറയുക, അമ്മിക്കല്ല് ഹൃദയത്തിനകത്ത്, യു ആർ ജസ്റ്റ് ക്യാരിയിങ് എ ഡബിൾ ലോഡ് ഓൺ ആ ഹാർട്ട്. ആരുടെ അടുത്തും നമുക്ക് പക വേണ്ട. നമുക്ക് മനുഷ്യനാണ്, ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ്, ബട്ട് ബി അവെയർ ഓഫ് ദാറ്റ്. നമ്മൾ നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യുവാണ്. അപ്പം we have to try ourselves. We are not superhuman to do that, but we have to try to I don't have enemies എന്ന് പറയാൻ നമുക്കും പറ്റാനായിട്ട് we have to try ourselves. ഈ ഇടയ്ക്ക് കണ്ട വേറൊരു പേഷ്യൻ്റ് 104 വയസ്സാകുമ്പോൾ ചോദിച്ചു, what is the secret? And she said, I did all my work. I didn't want anyone to. ഇപ്പം 104 വയസ്സുണ്ട്. ഇപ്പം ഞങ്ങളുടെ സ്ട്രഗിൾ എന്ന് വെച്ചാൽ ഈ അമ്മച്ചിക്ക് കെയറേഴ്സിന് ഷീ ഈസ് റിഫ്യൂസിങ്. അതാണ് വലിയ പ്രോബ്ലം. പക്ഷെ ഞാൻ സംസാരിച്ച് നോക്കുമ്പം അമ്മച്ചി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, നല്ല കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഫ്രയൽറ്റി ഉണ്ട്. പണ്ടത്തെ പോലെ ഇങ്ങനെ എഴുന്നേക്കാനൊക്കെ വടിയും ഇതൊക്കെ വേണം. പക്ഷേ ഷീ സെഡ്, ഐ നെവർ ഹാഡ് ഹെൽപ്പ് ഇൻ മൈ ലൈഫ്. ഇൻ ദ സെൻസ് അങ്ങനെയല്ല, ഐ ട്രൈ ടു ഡു എവറിത്തിങ് ബൈ മൈ സെൽഫ് ടു കീപ് മീ ഫിറ്റ്. നല്ല റൂട്ടീനുള്ള ഒരു അമ്മച്ചി. സോ ഐ ലേൺ സംതിങ് ഫ്രം ദാറ്റ്, ആൻഡ് ഐ തോട്ട് ദാറ്റ് ബി യൂസ്ഫുൾ ഫോർ യു ആസ് വെൽ. പിന്നെ കൾട്ടിവേറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ രാജ്യത്ത് വന്നിട്ടാണ് നമ്മൾ ഈ താങ്ക് യു ഒക്കെ പറയാനൊരു ഒത്തിരി പഠിച്ചേക്കുന്നത്. പണ്ടൊക്കെ ഉണ്ടെങ്കിലും ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമ്മൾ ഒരാൾ ഹാപ്പി ചെയ്യുക മാത്രമല്ല, നമുക്കും ഒരു നല്ല ഫീലിംഗ് ഉണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് തെറപ്പി എന്ന് പറഞ്ഞൊരു തെറപ്പി തന്നെ ഉണ്ട്. ചിലർ അതിൽ വിശ്വസിക്കത്തില്ല, ചിലർ അത് വിശ്വസിക്കുന്നു, ബട്ട് ഇറ്റ് ഈസ് അവൈലബിൾ. പിന്നെ നമ്മൾ രാത്രി കിടക്കുമ്പോൾ
think about 5 or 10 things that you should be thankful for, before going to bed. Just say that I'm thankful for what has happened in our life. That really makes you happy, because a bitter person or a depressed person, adonnum kaanan pattilla. So we have to try ourselves to think, is there anything good happened in my life? അതൊരു നമുക്ക് ഈ ഡയറി എഴുതുന്ന ഒരു പ്രാക്ടീസ് പോലെ നമ്മുടെ മനസ്സിലെ ആ ഒരു ഗ്രേറ്റ്ഫുൾനെസ്, ആ ഒരു ബ്ലെസ്ഡ്, കൗണ്ട് യു ബ്ലെസ്സിങ്സ്, ഓക്കെ, അത് പരസ്പരം സംസാരിച്ച് that will really make you happy. പിന്നെ പ്ലാനിങ്, I think that's the last bit. പ്ലാനിങ്. നമ്മൾ ചില പ്രശ്നങ്ങളൊക്കെ failing to plan is like planning to fail. You've already planned to fail. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ പ്ലാൻ ചെയ്യണം. രാത്രി കിടക്കുന്നതിന് മുമ്പ് നാളെ എന്താണ് കാര്യങ്ങൾ. ഇപ്പം നമ്മളൊരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് പ്ലാൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫ്രോണ്ടൽ ലോബിൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, വി ഹാവ് ടോക്ക് ടു ഈച്ച് അതർ ആൻഡ് സേ ദാറ്റ് ടുമോറോ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. അപ്പം നാളെ എഴുന്നേൽക്കുമ്പോൾ വേറെ സ്ട്രെസ് ഇല്ല, അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ failing to plan is to planning to fail. അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കണം. ഇനി ഞാൻ ചില കാര്യങ്ങൾ, ഇപ്പോൾ ചിലപ്പം joy when it is shared is doubled. നമ്മളൊരു സന്തോഷം വേറെ ഒരിടത്ത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതേപോലെ തന്നെ sorrows when you share is halved. അത് പകുതിയാവും. അതുകൊണ്ട് മനസ്സ് തുറന്ന് എല്ലാവരോടൊക്കെ പങ്കുവയ്ക്കുക. ഈ വൂണ്ട് ഹീലിംഗ് പ്രോസസ്സ് ഫിസിക്കൽ വൂണ്ട് ഹീലിംഗ് പോലെ തന്നെയാണ് മെൻ്റൽ വൂണ്ട് ഹീലിംഗും. നമുക്ക് ചിലപ്പം അത് പുറത്ത് കാറ്റ് കൊള്ളിക്കാനും പിന്നെ അതിന് വേണ്ടുന്ന എന്താ പറയുക ഹീലിംഗ് പ്രോസസ്സ് നമ്മളത് അടച്ചു വെച്ച് അതിനകത്ത് വ്രണം കയറ്റി പാടില്ല. ടു ബ്രിങ് ഇറ്റ് ഔട്ട്, ടേക്ക് ഇറ്റ് അപ്പ്, കാസ്റ്റ് ഇറ്റ്, ആൻഡ് ഗെറ്റ് ദ ഹീലിംഗ്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര അത്യാവശ്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ടിബറ്റിയൻ പ്രോവർബ് ഉണ്ട്, ലൈക്ക് ദ സീക്രട്ട് ടു ലിവിങ് വെൽ ആൻഡ് ലോങ്ങർ ഇസ് ഈറ്റ് ഹാഫ്, വാക്ക് ഡബിൾ, laugh triple, love without measure. ലവ് വിതൗട്ട് മെഷർ. അതൊരു കൃപ തന്നെയാണ്. നമുക്കത് പറ്റത്തില്ല, ബട്ട് വിത്ത് ഹിസ് ഗ്രേസ് യു ക്യാൻ ഡു. മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ടുള്ളൊരു ഹൃദയം. ഇഫ് യു കുഡ് മേക്ക് സംബഡി ഹാപ്പി, ടീച്ച് മീ ലോർഡ്, അങ്ങനെ പറയാനും. പരിപൂർണ സ്നേഹം, പെർഫെക്റ്റ് ലവ്സ് കാസ്റ്റ് ഔട്ട് എവറി ഫിയർ. അപ്പോൾ ആ ഒരു കൃപയിൽ നമുക്ക് നിൽക്കാൻ പറ്റണം. ടു ലവ്, and that may not come in one day, but when we practice, it will come. ഇനിയൊരു കാര്യം പറയാനുള്ളത് ഒരു കഥയാണ്, and I know that some people like stories here. ഇപ്പം there was a boy and a girl, they were playing together, and the boy had a box of marbles, and the girl had a box of sweets. So the boy said, I will exchange the marbles if you could exchange your sweets to me. അപ്പോൾ അത് സമ്മതിച്ചു അവർ രണ്ടുപേരും. അപ്പോൾ ആ ബോയ് ട്രൈ ടു ടേക്ക് ഓൾ ദ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ മാർബിൾസ് എവേ. എന്നിട്ട് ബാക്കിയുള്ളത് ആ ഗേളിന് കൊടുത്തു. ആ ഗേള് പാവം അതിൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സ്വീറ്റ്സും ഈ ബോയ്ക്ക് പറഞ്ഞ പോലെ എക്സ്ചേഞ്ച് ചെയ്തു. ഈ ബോയ്ക്ക് അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. ആ പെങ്കൊച്ച് ഗേൾ, ഷീ സ്ലെപ്റ്റ് പീസ്ഫുള്ളി. ഈ ബോയ് ചിന്തിച്ചു, ഇനി ഇവളും എന്നെ പോലെ എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടോ എന്ന്. ഷീ തോട്ട് അബൌട്ട് ഇറ്റ്. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ്, ആ ബോയുടെ ഉറക്കം നഷ്ടപ്പെട്ടു അതുകൊണ്ട്, ബിക്കോസ് ഹി ഹിഡ് അവേ ദ ബിഗ് മാർബിൾസ് ആൻഡ് ദ ബ്യൂട്ടിഫുൾ. ബട്ട് ദ ഗേൾ, ഷീ സബ്മിറ്റഡ് എവറിത്തിങ് ടു ഹിം ആൻഡ് ഷീ സ്ലെപ്റ്റ് സോ വെൽ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ റിലേഷൻഷിപ്പും ഇതുപോലെയാണ്. സോ the moral of the story is, if you don't give 100% in relationship, you will keep doubting. അത് നമ്മുടെ ഫാമിലി ലൈഫായാലും വർക്കിലാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക, നോ മാറ്റർ വാട്ട്, ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും. ഇപ്പം നല്ലൊരു റിലേഷൻഷിപ്പിന് യു ഹാവ് ടു ഗിവ് 100% ടു ദാറ്റ്. അപ്പോഴില്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉറക്കം പോവും, ബാക്കിയുള്ള ആൾ നന്നായി ഉറങ്ങും. ഓക്കെ, അത് ഒരു a piece for you to take to reflect on. I know I have taken over time, so thank you very much for your time, and hopefully this is so useful. Please go through that once again, and I have nothing more to add, and I'm really thankful for listening to me. Thank you, Joby and team, and I hope you all enjoyed. Thank you. Bye. Happy Mother's Day once again.